ഭാഗവതം ആണ്. ആ ഭാഗവത സത്രം നമ്മൾ വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ഏതു കാര്യവും സംസാരിക്കാനെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളല്ലാതെ തന്നെ കണ്ടു കാണും, ചാനലിലൊക്കെ, യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് നിങ്ങളൊക്കെ കണ്ടു കാണും. കണ്ടപ്പോഴേ അതുകൊണ്ടൊരു സന്തോഷം തോന്നി. ആ മുഖപ്രസന്നത കാണുമ്പോൾ എനിക്കറിയാം നേരത്തെ എവിടെയോ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ആ പ്രസന്നത വന്നതെന്ന് എനിക്കറിയാം. ഇപ്പം ചാനലിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്, ഒത്തിരിയും പ്രഭാഷണങ്ങളൊക്കെ ചാനലിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും വൈറലായ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് അഫിഡവിറ്റ് കൊടുത്തതിനെതിരെ ഒരു പ്രതികരണം ഒരു 10-25 കൊല്ലം മുമ്പേ നടത്തി. അത് കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. അന്നത്തെ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് നോട്ടീസ് അടിച്ചതല്ല, പ്രസംഗിച്ചതല്ല, പ്രസ്താവനയല്ല, കോടതിയിൽ കൊണ്ട് സത്യവാങ്മൂലം കൊടുത്തു, പൂന്താനം എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഇത് പത്രത്തിൽ അടിച്ചു വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഏതെങ്കിലും ഹൈന്ദവ ആചാര്യന്മാരോ നേതാക്കളോ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഒരാഴ്ചയായിട്ട് ആരും പ്രതികരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഹിന്ദു സഹോദരങ്ങൾ എത്ര പാവങ്ങളാണ്. ഒരു മുസ്ലിം സിദ്ധൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് അഫിഡവിറ്റ് കൊടുക്കണ്ട, പ്രസംഗിച്ചാൽ മതി, മിക്കവാറും അവൻ്റെ കയ്യും കാലും പോക്കായിരിക്കും. ഒരു ക്രിസ്ത്യൻ പുണ്യാളൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കഞ്ഞി കുടിക്കുന്നു വിശ്വസിക്കണ്ട. ഹിന്ദുവിൻ്റെ ഒരു ആചാര്യൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. എനിക്കിതങ്ങോട്ട് കേട്ടിട്ട് സഹിക്കാൻ വയ്യ. എന്തെന്ന് വെച്ചാൽ ചിമിഴിലടച്ച മഹാസാഗരമാണ് ജ്ഞാനപ്പാന, കണികകളുടെ കടലിരമ്പമാണ് ജ്ഞാനപ്പാന. അതിലെ വരികൾ, അതെ, പെരിന്തൽമണ്ണയ്ക്കടുത്താണ് ഈ പൂന്താനം ഇല്ലം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്താണ് പൂന്താനം ഇല്ലം. അവിടെ മലപ്പുറം ജില്ലയിലെ 6 കോളേജിലെ മലയാളം വിദ്യാർത്ഥികൾ സംഘടിച്ച് ജ്ഞാനപ്പാനയ്ക്ക് സെമിനാർ നടത്തി. അതിനെ അവർ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിച്ചത് പാവം ഡോക്ടർ MM ബഷീറിനെയാണ്. 2 മണിക്കൂറാണ് സമയം. നിബിഡമായ സദസ്. 6 കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, പെരിന്തൽമണ്ണയും വണ്ടൂരും കാളികാവും നിലമ്പൂരും ഒക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയതുകൊണ്ട് ജനമങ്ങനെ തിങ്ങിയ സമൂഹം ജ്ഞാനപ്പാനമെല്ലാം അവതരിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ ഈ വരികളാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ആ വൃഥ എന്ന 2 അക്ഷരത്തിന് 1000 അടിവരെ ഇടണം. നീ മത്സരിച്ച് എന്ത് നേടാനാണ്? ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണൊരു സംശയവും വേണ്ട. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ. ആലപ്പുഴയാണ്, ഉദയ സ്റ്റുഡിയോയുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നല്ലേ. എത്ര സിനിമാ പാട്ടുകൂടെ ഉണ്ടായി, പലതിലും അർത്ഥമില്ല. പഴയ പാട്ടുകൾക്കെല്ലാം അർത്ഥമുണ്ട്. ഇപ്പം ഒന്നിനൊന്നും അർത്ഥം, എന്തോ അർത്ഥം. ലജ്ജാവതിയെ എന്നും പറഞ്ഞൊരു പാട്ട് സൂപ്പർ ഹിറ്റായി. മുട്ടുവരെ ഇറക്കമുള്ളൊരു പാവാട എടുത്തൊരു പെണ്ണിനെ 4 അടി ഉയർത്തി പൊക്കിച്ചാടിക്കൊണ്ട് വിളിക്കുക ലജ്ജാവതിയെ. അവക്കെവിടാ ലജ്ജ? അത് കണ്ട് ഞാൻ ലജ്ജിച്ചു പോയി. ഇതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. പിന്നിറങ്ങി എൻകരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. അടുത്ത വരിയാണ് എന്നെ കൺഫ്യൂഷനിലാക്കിയത്. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാൻ രാക്ഷസി. ഞാൻ ആലോചിച്ച് നോക്കി, ഭാരതീയ പുരാണത്തിൽ ഏതെങ്കിലും രാക്ഷസി ആർക്കെങ്കിലും ഉമ്മ കൊടുത്തിട്ടുണ്ടോ? കൈ കിട്ടിയാൽ കടിച്ചു കീറുമെന്നാണ് നമ്മൾ പറയുന്നത്. രാക്ഷസിയാണ്. ഭഗവാനെ നിഗ്രഹിക്കാനാ പോയ പൂതന ഒരു രാക്ഷസിയാണ്. അതാണ് മുല കൊടുത്തു കൊല്ലാൻ ചെന്ന പൂതനയെ മുല കുടിച്ചു കൊന്ന ചരിത്രമാണ് ഭാഗവതത്തിൻ്റെ ചരിത്രം. അതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ അതിറങ്ങി. പിന്നിറങ്ങി ജിമിക്കി കമ്മല നിൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മല എൻ്റെ ചെങ്കാട്ട്. വല്ല അർത്ഥമുണ്ടോ? അയ്യോ, 70 വർഷം കഴിഞ്ഞ പാട്ടാണ് ആത്മവിദ്യാലയമേ. 70 വർഷം കഴിഞ്ഞത് പാട്ടിറങ്ങി. ഇപ്പോഴും ലൈവല്ലേ. ഈ പറഞ്ഞ പാട്ടുകളൊന്നും ഇപ്പം ആരും പാടാറില്ല. ഞാൻ ഈ പറഞ്ഞ പാട്ടിൽ, ആ പാട്ടുകൾക്ക് നമ്മളൊരു പേര് കൊടുത്തു, അടിപൊളി പാട്ട്. അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ അടിവശം പൊളിഞ്ഞു പോയതാ എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് ഇല്ല.
ആ പാട്ടുകൾക്കൊന്നും ബേസ്മെന്റ് ഇല്ല. പക്ഷേ ആത്മവിദ്യാലയമേ എന്ന പാട്ടിന് ബേസ്മെന്റ് ഉണ്ട്. ശ്യാമാരാഗമാണ്. 72 മേളകർത്ത രാഗങ്ങളും തജ്ജന്യ രാഗങ്ങളും സൃഷ്ടിച്ചതൊന്നും അടിപൊളിയല്ല, അടിസ്ഥാനമുള്ളതാണ്. അതൊന്നും ഒരിക്കലും മരിക്കുന്നില്ല. അപ്പൊ അതിൽ പറഞ്ഞതുപോലെ കൂടിയല്ല ഇങ്ങനെ തുടങ്ങി അവസാനം നമ്മുടെ വിഷയത്തിലേക്ക് തെറ്റിപ്പോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരട്ടെ. അങ്ങനെ ജ്ഞാനപ്പാനയെ സംബന്ധിച്ച് 2 മണിക്കൂർ എനിക്ക് തന്ന പ്രിസ്ക്രൈബ്ഡ് ടൈം ഈസ് ഓവർ. അപ്പൊ സദസ്സിനോട് ഞാൻ ചോദിച്ചു നിർത്തട്ടെ എന്ന്. അവര് വെരിലി ക്രൈഡ് എന്ന് പറയുന്നതാണ് ശരി. ഒന്നിച്ചു പറഞ്ഞു നിർത്തരുത്, തുടരട്ടെ തുടരട്ടെ. പിന്നെയും 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 പറഞ്ഞു. ഒരുപാട് പറഞ്ഞു പോയി അല്ലേ. എല്ലാ ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ. അച്യുതാനന്ദന്റെ കാര്യം ഗോവിന്ദയായി പോകുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായിരിക്കും എനിക്ക് തോന്നുന്നു. പൂന്താനം പണ്ടേ കണ്ടെന്ന് തോന്നുന്നു. അച്യുതാനന്ദ നിന്റെ കാര്യം ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ പാഹിമ സച്ചിദാനന്ദ നാരായണ ഹരേ. 1-ാം തീയതി അവിടെ ചെന്ന് പാടുമ്പോൾ അതിൻ്റെ അടിയിലെ വരി പാടിയില്ല, മനസ്സിലാക്കിയില്ല. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. വിശ്വത്തിന് നൽകാനുള്ള ദിവ്യ സന്ദേശങ്ങൾ നൽകിയ ആ മഹാനെ സംബന്ധിക്കുന്ന ജ്ഞാനപ്പാന 2 മണിക്കൂർ സമയം പറഞ്ഞ് 3.5 മണിക്കൂറായി. അപ്പോഴും സദസ്സ് പിരിഞ്ഞിട്ടില്ല. നിർത്താനൊരു അനുവാദം തരുന്നില്ല. പക്ഷേ എൻ്റെ ട്രെയിനിന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തി. 3.5 മണിക്കൂർ പറഞ്ഞ മഹാസാഗരം രചിച്ച മഹാൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അന്നത്തെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാണെന്ന് ഓർക്കണം. ആ ക്ഷേത്രത്തിൽ ഇരുന്നാണ് ഈ ജ്ഞാനപ്പാന രചിക്കുന്നതെന്ന് ഓർക്കണം. പല ദേവസ്വം പ്രസിഡന്റന്മാർക്കും വലിയ വിവരമില്ല. ഒരാൾ ദേവസ്വം പ്രസിഡന്റ് ആയപ്പം പറഞ്ഞത് ഹരിവരാസനം എഴുതിയത് എൻ്റെ അമ്മൂമ്മയാണെന്ന. ദാസേട്ടന് ഞാനും കൂടെ പല പ്രാവശ്യം ഉദയ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ദാസേട്ടൻ ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങളെക്കാൾ വലിയ ബന്ധമാണ്. ഉദയ സ്റ്റുഡിയോയിൽ വന്നതും ദാസേട്ടൻ ആദ്യം പാടാൻ അവസരം ചോദിച്ചിട്ട് കുഞ്ചാക്കോ കൊടുത്തില്ല. പിന്നെ കുഞ്ചാക്കോ ഒരു ഭരണി നിറയെ ഉപ്പുമാങ്ങായും പച്ചക്കറിയെല്ലാം കൊണ്ടങ്ങ് ഫോർട്ട് കൊച്ചിയിലെ വീട്ടിൽ ചെന്ന കഥയൊക്കെ ഈ ഉദയ സ്റ്റുഡിയോയുടെ മുറ്റത്ത് നിന്ന് ദാസേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വലിയ ബന്ധമാണ്. ഇപ്പം അമേരിക്കയിൽ 2-3 കൊല്ലമായി വരാൻ കഴിഞ്ഞു. അപ്പം ഈ ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ദാസേട്ടനെ വിളിച്ചേന്ന്. ദാസേട്ടനെ അന്ന് ഞാൻ വിളിക്കുമ്പോൾ ദാസേട്ടൻ അന്ന് കാനഡയിലാണ്. ഞാൻ ചോദിച്ചു, ദാസേട്ടാ ഈ വിവരം പറഞ്ഞില്ല, ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞാൽ ദാസേട്ടൻ പ്രതികരിക്കത്തില്ല, എനിക്കറിയാം. ഞാൻ ചോദിച്ചു, ദാസേട്ടാ ഹരിവരാസനം പാടിയത് ദാസേട്ടനല്ലേ? അതെ. അത് എഴുതിയതാരാന്ന് ചോദിച്ചു. അത് എഴുതിയതാരാ? ദാസേട്ടൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ഒരു സംസ്കൃത വരിയ, ദേവോദജാനാദി കുതോ മനുഷ്യ. ദേവന്മാർക്ക് പോലും അറിയത്തില്ല അത് ആരാ എഴുതിയെന്ന്. പിന്നെ മനുഷ്യർക്ക് എങ്ങനെ അറിയാം? ദേവസ്വം പ്രസിഡന്റ് പറയാം അങ്ങാരെ അമ്മുമ്മ എഴുതി. അതോടുകൂടി ശബരിമല തകർന്നു, വെള്ളപ്പൊക്കം വന്നു, പമ്പ തകർന്നു, സുപ്രീം കോടതി വിധി വന്നു, അടിപിടി നാശം. അങ്ങാരെ ഇറങ്ങിയതോടുകൂടി സമാധാനമായി. പിന്നൊരു ദേവസ്വം പ്രസിഡന്റ്, അദ്ദേഹത്തിന് യാതൊരു വിവരവും പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല, അശ്രീകരങ്ങളൊന്നും പറഞ്ഞു നീട്ടണ്ട. അതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിനെ അന്നത്തെ പ്രസിഡന്റ് എനിക്ക് പരിചയമില്ല. പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന അഫിഡവിറ്റിന്റെ കാര്യം പത്രത്തിൽ വായിച്ചപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നറിയുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിനൊരു കത്തെഴുതാം. അഡ്രസ്സൊന്നും വേണ്ടല്ലോ, പ്രസിഡന്റ് ഗുരുവായൂർ അമ്പലം എന്ന് എഴുതി അങ്ങ് കിട്ടുമല്ലോ. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ആദ്യം ഒരു ഇല്ലന്റ് വാങ്ങി. ഇല്ലന്റ് വാങ്ങിയപ്പോൾ എനിക്കൊരു വേറിട്ട ചിന്ത വന്നു. ഇല്ലന്റിൽ എഴുതി ഒട്ടിച്ചയച്ചാൽ ഇങ്ങനെ മാത്രമേ കാണൂ. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് മിസ്സസിനോട് പറഞ്ഞു, ഒരു കാർഡ് തരാം, ഇതങ്ങ് വെച്ചിട്ടൊരു കാർഡ് തരാൻ പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് ഒരിക്കലും ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് വാങ്ങിക്കത്തില്ല, തൂമ്പാട സ്വഭാവമാണ്. ഇങ്ങോട്ട് വെട്ടിയെടുക്കത്തുള്ളൂ, അങ്ങോട്ട് കൊടുക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാഡം എങ്കിൽ ഇത് എൻ്റെ ഇരിക്കട്ടെ, ഒരു കാർഡും കൂടെ തരാൻ പറഞ്ഞു. ഒരു കാർഡ് വാങ്ങി. ജംഗ്ഷനിൽ ഇറങ്ങി ഒരു മാർക്കർ പേന വാങ്ങി, ചുമന്ന മാർക്കർ പേന. എന്നിട്ട് ആ കാർഡിൽ എഴുതി, ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിനെ ഇത്രാം തീയതിയിലെ ഇന്ന പത്രത്തിൽ ഇന്ന കോടതിയിൽ താങ്കൾ പൂന്താനം ജീവിച്ചിരുന്നില്ല അഫിഡേറ്റ് കൊടുത്തായിട്ട് ഞാൻ വായിച്ചു.
അപ്പോൾ ഈ ജ്ഞാനപ്പാൻ എഴുതിയത് താങ്കളുടെ അച്ഛനാണോ? അങ്ങനെ തന്നെ എഴുതേണ്ടത് മറ്റേ തായാണ്. അതെന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട്. എന്താ കാര്യം? അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിക്കണ്ടേ? കാർഡിൽ അയച്ച് എന്തിനാണെന്നറിയാമോ? ഇത് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിലെ പോസ്റ്റ്മാൻ കാണും, പോസ്റ്റ് മിസ്ട്രസ് കാണും, അങ്ങ് ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടുത്തെ പോസ്റ്റ് മിസ്ട്രസും പോസ്റ്റ്മാനും എല്ലാം കാണും. ഇത് മേശപ്പുറത്ത് കിടക്കും, വരുന്നവരും പോകുന്നവരും എല്ലാം കാണും. ഇത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ എങ്ങാണ്ട് പ്രസംഗിച്ചതാണ്. അന്നേരം ജയസൂര്യൻ, BJPയുടെ വക്താവായ ജയസൂര്യന്റെ നാട്ടിൽ അദ്ദേഹമാണ് കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചത്. ഈ ഭാഗം അദ്ദേഹം വീഡിയോയിലെടുത്ത് കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വിട്ടു. അതിനി കാണാൻ മലയാളികൾ ബാക്കിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അത്രത്തോളം അത് വൈറലായിപ്പോയി. അതുകൊണ്ട് പ്രതികരിക്കേണ്ടത് നമ്മൾ പ്രതികരിക്കണം, പറയേണ്ടടുത്ത് പറയണം. അഴീക്കോട് മാഷെ മരിക്കുന്നത് വരെയും കാണുമ്പോൾ പറയുന്ന ഒരു വാക്യം, അത് വണ്ടിയിൽ കണ്ടാലും ഫ്ലൈറ്റിൽ കണ്ടാലും സ്വദേശത്ത് കണ്ടാലും വിദേശത്ത് കണ്ടാലും വേദിയിൽ കണ്ടാലും കുശലാന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു വാക്യം പറയാതെ ഒരിക്കലും അഴീക്കോട് മാഷ് എന്നെ വിട്ടിട്ടില്ല: പ്രഭാഷകൻ നട്ടല് പണയം വയ്ക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അമല ആശുപത്രി കാണാൻ പോയി. തീരെ വയ്യ. പിന്നെ 8 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സന്ദർശകരെ നിയന്ത്രിച്ചിരിക്കുകയാണ്. നേരത്തെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദം കിട്ടി, കയറി കാണാൻ ചെന്നു. 8 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആള് പോവുകയാണ്. ആ കിടന്ന കിടപ്പില് കയ്യിൽ വയാറും എല്ലാം കുത്തി വെച്ചോണ്ട് കിടക്കുക. ഇടത്തെ കൈ കൊണ്ട് എന്നെ മുതുകത്ത് തടയിക്കൊണ്ട് പറഞ്ഞു, നട്ടല് പണയം വെക്കല്ലേ. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കാൻ, വളയാതിരിക്കാനും ശ്രദ്ധിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ ബോൾഡായിട്ട് പറയേണ്ട കാര്യം പറയണം, അറിയേണ്ട കാര്യം അറിയണം, അത് പങ്കുവെക്കുകയും വേണം. ഭാഗവതമാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം ഭാഗവത യജ്ഞം, ഭാഗവത സത്രം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ യജ്ഞമെന്നും സത്രമെന്നും പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ ദാനം എന്നാണ് അർത്ഥം. ഭാഗവത ദാനമാണ്. ദാനം കൊടുക്കേണ്ടത് എവിടേക്കാണ്? അർഹിക്കുന്ന പാത്രത്തിലാണ്. അർഹിക്കാത്ത പാത്രത്തിൽ ദാനം കൊടുക്കാൻ പാടില്ല. ഒരുത്തൻ്റെ കൈ എടുത്തിട്ട് പാൻറ്റിൻ്റെ അകത്തൂടെ വെച്ചിട്ട് ഷർട്ട് ഇട്ടിട്ട് കൈയില്ല എന്നും പറഞ്ഞ് പിച്ചെ യാചിക്കുന്നു. അവന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നടക്കാൻ വയ്യാന്ന് അഭിനയിച്ചുകൊണ്ട് നിരങ്ങി നടന്നിട്ട് യാചിക്കുന്നു, അവന് കൊടുത്തിട്ട് കാര്യമില്ല. അർഹിക്കുന്ന പാത്രത്തിലാണ് ദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭാഗവതം അർഹിക്കുന്ന പാത്രത്തിലാണ് ദാനം ചെയ്യേണ്ടത്. ഭാഗവത ദാനത്തിന് പാത്രങ്ങൾ സ്വീകരിക്കാൻ പാത്രം കുറവാണെങ്കിലും അന്നദാനം സ്വീകരിക്കാൻ പാത്രം ആവശ്യം പോലെയാണ്. എത്രയായിരം സപ്താഹത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയെന്ന് എനിക്ക് തന്നെ കണക്കും കഴിയില്ല. മള്ളിയൂർ തിരുമേനിയുടെ സപ്താഹത്തിലാണ് ആദ്യമായി ഭാഗവതത്തെ പറ്റി പ്രസംഗിക്കുന്നത്. മള്ളിയൂർ തിരുമേനിയാണ് ഈ സപ്താഹം കേരളത്തിൽ കൊണ്ടുവന്നത്. തിരുമേനിയോടൊപ്പം എത്രയോ വേദികളിൽ പോയി പങ്കെടുത്തു. ഇന്ന് കേരളത്തിൽ ജ്ഞാതരും അജ്ഞാതരുമായി എല്ലാ ആചാര്യന്മാരുടെയും സപ്താഹ യജ്ഞത്തിൽ പോയി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എങ്ങനെ വരുന്നെന്ന് എനിക്കറിയാൻ വയ്യ. നോട്ടീസിൽ അടിച്ചു വരുമ്പോൾ എവിടെ ആയാലും ശരി, ഏത് സപ്താഹത്തിൽ പങ്കെടുത്താലും ഞാൻ എത്തിച്ചേരുന്ന മിക്കവാറും ശ്രീകൃഷ്ണാവതാരത്തിലാണ്, അല്ലെങ്കിൽ രുക്മിണി സ്വയംവരത്തിലാണ്. ഇതെങ്ങനെ വന്നെന്ന് എനിക്കറിയാൻ വയ്യ. ആരും നേരത്തെ തീരുമാനിക്കുന്നില്ല. നോട്ടീസ് കാണുമ്പോൾ ഞാൻ ശരിക്കും വിറച്ചു പോകാറുണ്ട് പലപ്പോഴും. കാരണം ഭഗവാനും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾ വിചാരിക്കും വെറുതെ തള്ളാതെ അല്ലേ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ. അല്ല, ബന്ധമെന്ന് പറയുന്നത് ഭഗവാനും ഞാനും ഒരു നാളുകാരാണ്, അഷ്ടമിരോഹിണിയാണ്. കൃത്യം രാത്രി 12:30 ആ ലഗ്നത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ സമുദായക്കാരും ജാതകം എഴുതാറില്ല. ഈ സമയത്ത് ജനിച്ചതുകൊണ്ട് തൊട്ടടുത്ത് പ്രസിദ്ധനായ ഒരു ജ്യോതിഷരുണ്ടായിരുന്നു, ഗോപാലൻ ജ്യോതിഷർ. അദ്ദേഹം ഒരു ജാതകം എഴുതി എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. അദ്ദേഹം ദക്ഷിണ കൊടുത്തത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ജാതകമുള്ള, ഞങ്ങളുടെ സമുദായത്തിലെ ജാതകമുള്ള ഏക മനുഷ്യൻ ഞാനാകുന്നു. അതുകൊണ്ട് ജനിച്ചു എന്ന കാര്യം ഉറപ്പാണ്. ആ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. സംസ്കൃത ഭാഷ എഴുതിയ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ പറഞ്ഞാൽ വലിയ പൊക്കലായിപ്പോൾ, അതുകൊണ്ട് വേണ്ട അല്ലേ. അതിലെഴുതിയിട്ടുണ്ട്, ഈ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. സംസ്കൃത ഭാഷ പഠിക്കുമെന്നും പ്രഭാഷണം നടത്തുമെന്നും ലോകപ്രശസ്തനാകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ചോന്നൊലിക്കുന്ന ഓലപ്പുരയിലാണ് ജനിച്ചത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിളിച്ചില്ല. അദ്ദേഹം എന്നെ കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു. ഈ സത്രത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. നാരായണസ്വാമി വിളിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ UK-യിലും ജർമ്മനിയിലുമാണ്. ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല. ഇത്തവണ വിളിച്ചപ്പോൾ മഹാഭാഗ്യം, 3-ാം തീയതിയാണ് ഞാൻ വന്നത്. അമേരിക്കയിലെ കൊളറാഡോയിലും ജോർജിയയിലും ആയിരുന്നു. 3-ാം തീയതിയാണ് വന്നത്. ഇന്ന് 7-ാം തീയതിയല്ലേ ആയുള്ളൂ.
സാധാരണ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അനങ്ങത്തില്ല. കാരണം 24 മണിക്കൂർ ഫ്ലൈറ്റിൽ കിടന്ന് നരകയാതന അനുഭവിച്ച് വേണം വരാൻ. ഇവിടുത്തെ പകൽ അവിടുത്തെ രാത്രി, അവിടുത്തെ രാത്രി ഇവിടുത്തെ പകൽ ബാലൻസ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ വന്നിറങ്ങിയത് 3-ാം തീയതി രാവിലെയാണ്. അന്ന് വൈകിട്ട് മീനഭരണിക്ക് ഞാൻ പ്രസംഗിച്ചു പുനലൂര്. അതിൻ്റെ അടുത്ത ദിവസം തിരുവാതിര പട്ടാഴി പ്രസംഗിച്ചു. അതിൻ്റെ അടുത്ത ദിവസം രാമപുരത്ത് വാര്യർ അല്ലേ, താഴത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു, കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു, പരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. അതിലെ ഏറ്റവും സമ്മോഹനമായ വരി എന്തുകൊണ്ടോ ശൗരി, ഭഗവാന്റെ കഥയല്ലേ. എന്തുകൊണ്ടോ ശൗരി, ശൂരനാണ്, ധീരശൂര പരാക്രമിയാണ്. തേർത്തടത്തിൽ തളർന്നു കിടന്ന അർജുനനെ ക്ലൈബ്യം സ്മഗമപ്പാർത്ത നൈതത്വ യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം രക്ത ഉത്തിഷ്ഠ പരന്തപ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തിയ ശൗരിയാണ്. എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഒരിക്കലേ കരഞ്ഞുള്ളൂ. അത് സതീർത്ഥ്യനെ കണ്ടപ്പോഴാ ഗാഠം പുണർന്ന് പൊട്ടിക്കരഞ്ഞു. കുചേലഗതി മിക്കവാറും ഭാഗവതത്തിന് സദസ് വേദികളിൽ, സപ്താഹ വേദികളിൽ കുചേലവേഷം കെട്ടി വന്നതെല്ലാം നമ്മളെ കാണിച്ചു തരാറുണ്ട്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരത് അത് ആ വരികൾ എഴുതിയ രാമപുരത്ത് വാര്യരുടെ ഇല്ലമെന്ന് പറയുന്ന രാമപുരത്തെ അമനകരയിലെ പുനം ഇല്ലം ആണ്. ആ ഇല്ലത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠർ നയിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉറുമ്പിക്കാവ് ഭഗവതി ക്ഷേത്രം. ശനിയാഴ്ച അവിടെ ആയിരുന്നു. മുഴുവൻ വഞ്ചിപ്പാട്ടും രാമപുരത്ത് വാര്യരുമായിരുന്നു. ഏതാണ്ട് 3/4 മണിക്കൂറോളം തുടങ്ങിയത്. പിന്നെ പല വിഷയങ്ങളിലേക്ക്. അതാണ് അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ശനിയാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു ചെന്നിത്തല വെസ്റ്റ്, ഇന്ന് ഇവിടെ, നാളെ 2 പരിപാടി. രാവിലെ കുട്ടനാട്ടിൽ തന്നെ കണ്ണാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ്. വൈകുന്നേരം കടമ്മനിട്ടയാണ്, നമ്മുടെ പടയണി ഉള്ള കടമ്മനിട്ട. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ യാതൊരു ക്ഷീണവും ഇല്ല. എങ്ങനെ വയ്ക്കൊണ്ടിരിക്കും. ഡ്രൈവറെ വയ്ക്കൂല, അത് നിർബന്ധമാണ്. ഡ്രൈവറെ കൊണ്ടു നടക്കത്തില്ല, തന്നെയേ വണ്ടി ഓടിക്കും. എന്താണെന്നറിയാമോ? ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ ആരാ? ലോകത്തിൽ ആദ്യത്തെ ഡ്രൈവർ ആരാ? ക്ലൂതരാം, പാർത്ഥന്റെ സാരഥി. ഭഗവാനാണ് ലോകത്തിൽ ആദ്യത്തെ ഡ്രൈവർ. സാരഥി എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം സാൻസ്ക്രിറ്റ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഇപ്പൊ വില കൊടുത്തൊന്നും വാങ്ങിക്കണ്ട, ഡൗൺലോഡ് ചെയ്യാം. അതിൽ നോക്കണം, സാരഥി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം ഡ്രൈവർ എന്നാണ്. ഭഗവാൻ ചെയ്ത ജോലിയാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ വണ്ടി ഓടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല, എപ്പോഴും എൻ്റെ ചുറ്റിൽ ആൾക്കാർ കാണും. ഡോക്ടറാണ്, പെൻഷൻ ആയതിനു ശേഷം DM ആയിട്ട് പെൻഷൻ ആയതിനു ശേഷം എൻ്റെ മകൻ തിരുവനന്തപുരം കിംസിലെ ഓർത്തോപീഡീഷ്യനാണ്, മകളും ഡോക്ടറാണ്. അപ്പോൾ സ്റ്റെതസ്കോപ്പും പേനയും സാധനങ്ങളെല്ലാം അവർക്ക് കൊടുത്ത് ഇനി നിങ്ങൾ ചികിത്സിച്ചു. എൻ്റെ ജോലി ആത്മീയ ചികിത്സയാണ്. എന്നാലും നാട്ടിലുള്ളപ്പോൾ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് കേരള വനിതാ കമ്മീഷൻ്റെ കൗൺസിലറാണ്. അതുകൊണ്ട് ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോഴായാലും ആള്, പ്രഭാഷണത്തിനിടയ്ക്കായാലും ആള്, എപ്പോഴും എൻ്റെ ചുറ്റിൽ ആരെങ്കിലും ഒക്കെ കാണും. തനിച്ചിരിക്കാൻ കഴിയുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമാണ്. ഏകാന്തത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില മലമണ്ടയിൽ പാറപ്പുറത്തൊക്കെ കയറി ഒറ്റ ഇരിപ്പങ്ങിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏകാന്തത. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തെല്ലാം ദിനങ്ങളുണ്ട് നമുക്കിവിടെ. ചിരി ദിനമുണ്ട്, ഏപ്രിൽ ഫൂളുണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, എന്തെല്ലാം ദിനങ്ങളുണ്ടായിട്ടും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ഒരു ദിവസം മൗനദിനം വേണം. ഒരു മൗനദിനം, ഇന്ത്യക്ക് ഒരു മൗനദിനം ഉണ്ടെങ്കിൽ ഒരുപാട് രക്ഷപ്പെട്ടേനെ അല്ലേ? ഒരു ദിവസം ആരും മിണ്ടരുത്, എഴുതുക മാത്രമേ ഉള്ളൂ. നടക്കുമോ? എൻ്റെ ദൈവമേ, ഉറക്കത്തിലും വർത്താനം പറയുന്നവരാ കൂടുതൽ അല്ലേ? അപ്പം മൗനം ആചരിക്കണം. അപ്പോൾ ഭാഗവതം കേൾക്കാൻ ആൾക്കാർ വളരെ ഉണ്ട്. എല്ലായിടത്തും നിറഞ്ഞ സദസ്സുകളുണ്ട്. അർഹിക്കുന്ന പാത്രത്തിൽ വേണം ദാനം ചെയ്യാൻ. അതാ ഞാൻ പറഞ്ഞു, ഈ കണ്ട കാലത്ത് അത്രയും
ഞാൻ കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തും പല സപ്താഹങ്ങൾ, ഡൽഹിയിലായാലും ബോംബെയിലായാലും ഒക്കെ ഒരുപാട് സപ്താഹങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. സപ്താഹ പന്തലിൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നത് ഏത് സമയത്തായിരിക്കും? അത് തന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണ്. അതാ ഞാൻ പറഞ്ഞത്, ദാനം, ഭാഗവത ദാനത്തിന് പാത്രം കുറവാണെങ്കിലും അന്നദാനത്തിന് പാത്രം ധാരാളമുണ്ട്. അർഹിക്കുന്ന പാത്രങ്ങളിലേക്കാണ് ഭഗവാൻ ഭാഗവതം ദാനം ചെയ്തത്. ഭാഗവതം ആദ്യം പറഞ്ഞ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. 42ാമത്തെ സത്രമാണ്. നിങ്ങൾക്ക് ധാരാളം അറിയാം. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ വീഡിയോയിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരറിയട്ടെ. നാരായണൻ മഹാവിഷ്ണു ആദ്യമായി ഭാഗവതം പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവിനാണ്. അർഹിക്കുന്ന പാത്രമാണ്. ബ്രഹ്മാവ് ദാനം ചെയ്തത് നാരദ മഹർഷിക്കാണ് ഭാഗവതം കൊടുത്തത്. അർഹിക്കുന്ന പാത്രമാണ്. നാരദ മഹർഷി കൊടുത്തത് വ്യാസമുനിക്കാണ്. വ്യാസമുനി കൊടുത്തത് ശുഗബ്രഹ്മർഷിക്കാണ്. ശുഗബ്രഹ്മർഷി കൊടുത്തത് മംഗളകാരിയായ സുതനാണ്. അവിടം വരെയും അർഹിക്കുന്ന പാത്രത്തിൽ തന്നെ വന്നു. ഇന്ന് എത്ര പാത്രം സ്വീകരിക്കുന്നെന്ന് എനിക്കറിയാൻ വയ്യ. സപ്താഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഭഗവാന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പോലും മാന്തലും ചൊറിച്ചിലുവാ. മലയാളിക്ക് ഈയിടെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് മാന്തുക, ചൊറിയുക. എന്താ? മൊബൈൽ സ്ക്രീൻ, അതാണ് മാന്തുക, ചൊറിയുക. സപ്താഹ പന്തലിരുന്ന് മാന്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോകുന്ന വേദികളിലൊക്കെ ഞാൻ അടിവരയിട്ട് പറയും, യജ്ഞശാലയിലെ കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ ഭക്ഷണം വിളമ്പരുത്. ചിലരിഞ്ഞ് വന്നിട്ട് യജ്ഞശാലയ്ക്ക് അകത്തോട്ട് പോലും നോക്കത്തില്ല, എൻ്റെ പുറത്തൂടെ പോയി വാങ്ങിച്ച് കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കൂടാതെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് അത്താഴം കൂടെ അതിനകത്ത് ആക്കിക്കൊണ്ടുപോയി. എന്നാലും ആചാര്യം പറയുന്നത് എന്താന്ന് കേൾക്കാത്ത കുറേ ജന്മങ്ങളുണ്ട്. അതാണ് അതിൻ്റെ അന്തസാരം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഭാഗവത മാഹാത്മ്യമൊക്കെ എത്രയോ മഹാന്മാർ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 42 സത്രങ്ങളായില്ലേ, ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഞാൻ എപ്പോഴും ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് ആധ്യാത്മിക വിഷയമായാൽ പ്രത്യേകിച്ചും അതിലെ കരുക്കളും സത്തുക്കളും എടുത്തിട്ട് അധുനാധുനമായ ജീവിതത്തിൽ അതെങ്ങനെ പ്രയോഗിക്കാം, ഇതാണ് എൻ്റെ ഗതി. പലപ്പോഴും ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ആധ്യാത്മികതയൊക്കെ നമുക്കറിയാം, അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. അയ്യോ, അമ്മയെ ബഹുമാനിക്കണം എന്നറിയാം, അച്ഛനെ ബഹുമാനിക്കണം എന്നറിയാം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്നറിയാം, മദ്യം ഉപയോഗിക്കരുതെന്നറിയാം, എല്ലാം അറിയാം. പക്ഷേ പ്രവർത്തിക്കത്തില്ല. അതാണ് ധൃതരാഷ്ട്ര കോംപ്ലക്സ്. ഇന്ന് ബാധിച്ചിരിക്കുന്ന, സമൂഹത്തിന് ബാധിച്ചിരിക്കുന്ന വലിയ പ്രശ്നമാണ് ധൃതരാഷ്ട്ര കോംപ്ലക്സ്. എന്താ ധൃതരാഷ്ട്ര കോംപ്ലക്സ്? ജ്ഞാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജ്ഞാനാമി അധർമ്മം നജമേ നിവർത്തി. ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചെയ്യൂല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വിട്ടു നിൽക്കത്തുമില്ല. ധർമ്മം അറിഞ്ഞിട്ടും പ്രവർത്തിക്കാതിരുന്ന, അധർമ്മമാണെന്നറിഞ്ഞിട്ടും ഉപേക്ഷിക്കാതിരുന്ന ധൃതരാഷ്ട്രയുടെ അവസാനം എങ്ങനായിരുന്നു? വളർത്തു മകനായ കർണൻ ഉൾപ്പെടെ 101 മക്കളും കൊല ചെയ്യപ്പെട്ടു, അതിനിഷ്ഠുരമായി വധിക്കപ്പെട്ടു. മാത്രമല്ല, അമർന്നിരുന്നു ഭരിച്ചിരുന്ന ഹസ്തിനപുരിയുടെ സിംഹാസനം നഷ്ടപ്പെട്ടു. കൊടുങ്കാട്ടിൽ ചെന്ന് കിടന്ന് 101 മക്കളെയും സഹസ്രാനുസഹസ്രം പ്രജകളെയും പോറ്റിയ ധൃതരാഷ്ട്ര, അതിബലവാനായ ധൃതരാഷ്ട്ര ഭീമസേനനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ഇരുമ്പ് പ്രതിമ വെച്ച കഥയൊക്കെ നമ്മൾ അത്ര ബലവാനായ ധൃതരാഷ്ട്ര അവസാനം ചക്രശ്വാസം വലിച്ചപ്പോൾ ദാഹജലം പോലും കിട്ടാതെ കൊടുങ്കാടിനുള്ളിൽ കിടന്ന് ചത്തുപോകേണ്ടി വന്നു. എന്താ കാര്യം? ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പ്രവർത്തിക്കുന്നില്ല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ വിട്ടു നിൽക്കുകയുമില്ല. ഇതാണ് കഥ. അതേസമയം ശബരി, മലവേടത്തി പെണ്ണ്, നായാടി കുടുംബത്തിൽപ്പെട്ട ശബരി, അതാണ് ഒരിക്കൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് തന്നെ ഭഗവാനോട് ധൃതരാഷ്ട്ര പറയുന്നുണ്ട്, കൃഷ്ണ, നീ എപ്പോഴും അർജുനനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമല്ലോ, എൻ്റെ മകൻ ദുര്യോധനെ ഒന്ന് ഉപദേശിച്ചാൽ എന്താ? അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഏതായാലും ഒരാൾ ആവശ്യപ്പെട്ടല്ലേ,
ജ്ഞാനം നൽകാൻ ആവശ്യപ്പെട്ടാൽ, അറിവ് തേടി പാത്രം നീട്ടിയാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏതുവരെ? സ്വാമി ചിന്മയാനന്ദജിയാണ് എൻ്റെ ആദ്യത്തെ ആത്മീയ ഗുരു. അദ്ദേഹത്തിലൂടെയാണ് ഗീതാജ്ഞാനം വെച്ച കേട്ടതൊക്കെയാണ് ഈ ഭാഷ പഠിക്കാനൊക്കെ ആ കഥയൊക്കെ പറഞ്ഞ് ആത്മകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ വിട്ടുകളയുക. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, തിരക്ക് പിടിച്ച ബസ് സ്റ്റാൻഡ്. യാത്ര പോകാൻ ഒരു വണ്ടി കൊണ്ടുവന്ന് പിടിച്ചു. നമുക്ക് പോകേണ്ട വണ്ടി കൊണ്ടുവന്ന് ബോർഡും വെച്ചു. ആ വണ്ടിയിലേക്ക് ഓടി അങ്ങോട്ട് കയറാൻ നേരം ഒരാൾ കൈക്ക് പിടിച്ചു, ബഷീർ ഡോക്ടറെ ഒരു ആത്മീയ ജ്ഞാനം പറഞ്ഞേച്ചു പോ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയെ കയറരുത്. അവിടെ തിരിഞ്ഞിന്ന് അയാളുടെ ചെവിയിൽ ഒരു കാര്യമെങ്കിലും പറഞ്ഞു കൊടുക്കണം. അവസരങ്ങൾ മുതലെടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവസരം മുതലെടുത്തോ എന്ന് ഒരു വരിയെങ്കിലും അയാളുടെ ചെവി പറഞ്ഞിട്ടേ പോകാവുന്നതാണ് ചിന്മയാനന്ദജി പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നു, എൻ്റെ മകനെ ഒന്ന് ഉപദേശിച്ചുകൂടെ? ഭഗവാൻ അറിയാം ഉപദേശിച്ച് അവൻ കേൾക്കൂലെന്നറിയാം. ഒരാൾ ആവശ്യപ്പെട്ടതല്ലേ. ഭഗവാൻ കാരുണ്യവാനായ ഭഗവാൻ. സുയോധനൻ എന്നായിരുന്നു അയാളുടെ ശരിയായ പേര്, ദുര്യോധനായി മാറിയതാണ്. സുയോധനനോട് സംസാരിക്കാൻ പോയപ്പോൾ ദുര്യോധനൻ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? എനിക്കെല്ലാം അറിയാം, എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. ഇന്നത്തെ മനുഷ്യന്റെ ശരിയായ സ്വഭാവമല്ലേ ദുര്യോധനന്റെ സ്വഭാവം. ഒരാളോടൊരു സതുപദേശം പറയാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. കണ്ടോ, കാളിദാസൻ ഇരുന്ന കമ്പിന് ചെവിട് മുറിച്ചെന്ന ആ ജാതി ഒരു മണ്ടത്തരം കാണിക്കുന്ന ഒരുത്തൻ ഇരിക്കുന്ന കമ്പിന് ചെവിട് മുറിച്ചാൽ എടാ അത് മറിഞ്ഞ് താഴെ വീഴുന്ന പറയാം, എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. ഇതാണ് ഇന്നത്തെ തലമുറയുടെ വർത്താനം. ദുര്യോധനന്മാരല്ല. കണ്ടോ, അപ്പോഴാണ് തിരിച്ചു വന്ന് ദുര്യോധൻ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ധൃതരാഷ്ട്രോട് ഉപദേശം പറയാം എന്ന് വിളിച്ചപ്പോഴാണ് ഭഗവാൻ നേരെ മകൻ ഇങ്ങനെയാ പറഞ്ഞത്, എന്നാ അച്ഛനോട് നല്ലത് പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ധൃതരാഷ്ട്ര പറഞ്ഞത്, ജ്ഞാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജ്ഞാനാമി അധർമ്മം നജമേ നിവർത്തി. ധർമ്മം എന്താന്ന് എനിക്കറിയാം കൃഷ്ണ, ഞാൻ പ്രവർത്തിക്കത്തില്ല. കണ്ടോ, പരിണിത ഫലം എന്തായി? അപ്പോൾ ഭാഗവതത്തിലായാലും രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും കഥകളും ഉപകഥകളും കമ്പോട് കമ്പ് ദർശനങ്ങളും വാരി വിതറി തന്നിരിക്കുന്ന ഈ മഹാഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അനുസരിച്ചാൽ ലോകം എത്ര നന്നായി പോയനേം. ഭാഗവതം പറയുന്നു മാദക സ്വഭാവമുള്ളത് 4 കാര്യങ്ങളാണ്. ഭാഗവതം പറഞ്ഞതാണ് 4 കാര്യങ്ങൾ മാദക സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കി കളയുമെന്ന്. അഡിക്ഷന്റെ സംസ്കൃത ഭാഷ പേരാണ് മാദകത്വം എന്ന് പറയുന്നത്. ആ മാദകത്വം ഉണ്ടാക്കുന്നത് 1 ചൂതാട്ടം, 2 നായാട്ട്, 3 സ്ത്രീ, 4 മദ്യം. ഇത് 4 മാദക സ്വഭാവമുള്ളതാണ്. അതെങ്ങനെ ഈ മാദക സ്വഭാവം വന്നത്? അതിന്റെ കഥയും പറയുന്നുണ്ട്. അശ്വിനി കുമാരന്മാർക്ക് സുരാപാനം ദേവേന്ദ്രൻ അങ്ങ് നിഷേധിച്ചു, അവരെ അടിച്ചു പുറത്താക്കി. അശ്വിനി കുമാരന്മാർ ആകെ സങ്കടപ്പെട്ട് വരുമ്പോൾ ചവന മഹർഷിയെ കണ്ടു. മഹർഷി ഒരു യാഗം നടത്തി. ആ യാഗത്തിലൂടെ അശ്വിനി കുമാരന്മാർക്ക് സുരാപാനം അനുവദിച്ചു. ബ്രഹ്മാവിന് ഭയങ്കര ദേഷ്യം വന്നു. അല്ല, ബ്രഹ്മാവല്ല, ദേവേന്ദ്രന് കടുത്ത ദേഷ്യം വന്നു. ആഹാ, ഞാൻ സുരാപാനം നിഷേധിച്ച ആൾക്ക് ചവന മഹർഷി സുരാപാനം നടത്തിയോ? ചവന മഹർഷിയെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം, വജ്രായുധമെടുത്തു. ദേവേന്ദ്രൻ വജ്രായുധമെടുത്തപ്പോ ചവന മഹർഷിയുടെ പവർ അറിയാൻ വയ്യാതെയാ അദ്ദേഹം ശപിച്ചു, അവിടെ നിൽക്കട്ടെ കയ്യെന്ന്. വജ്രായുധം കൊണ്ട് ഇങ്ങനെ അങ്ങ് നിന്നുപോയി. കൈ പിന്നെ താഴോട്ട് താഴുന്നില്ല, ഒറ്റയടിക്ക് അവിടെ അങ്ങ് നിന്നുപോയി. ആ സമയത്ത് ചവന മഹർഷിയുടെ ഹോമകുണ്ടത്തിൽ നിന്നും ഒരു രാക്ഷസൻ എഴുന്നേറ്റ് വന്നു. ആ രാക്ഷസന്റെ പേരാണ് മദനൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഉയർന്നു വന്നു. ദേവേന്ദ്രനെ നിഗ്രഹിക്കാൻ വന്ന മദൻ ദേവേന്ദ്രനെ നിഗ്രഹിക്കാൻ വന്ന ആസുര രൂപമാണ്, അത്ര ശക്തിയുള്ള സാധനമാണ്. അപ്പോഴത്തേക്ക് ദേവേന്ദ്രന് മനസ്സിലായി കളിച്ച കളി തെറ്റിപ്പോയി. ദേവേന്ദ്രൻ ചവന മഹർഷിയുടെ മുമ്പിൽ മാപ്പപേക്ഷിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. ഒരു കൈ ഇങ്ങനെ ഇരിക്കും, അത് വെച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. ചവന മഹർഷി, ഹൃദയാലുവായ ചവന മഹർഷി ഉടൻ തന്നെ ശാപമോക്ഷം കൊടുത്തു. കൈ താണു,
വജ്രായുധം പ്രയോഗിക്കാതെ ദേവേന്ദ്രൻ സമാധാനത്തിലായി. അന്നേരം ഈ രാക്ഷസനെ സൃഷ്ടിച്ചു പോയില്ലേ? രാക്ഷസൻ ദേവേന്ദ്രനെ പിച്ചിക്കീറൂലേ? ശവന മഹർഷി രാക്ഷസനെ മദൻ എന്ന രാക്ഷസനെ ശവന മഹർഷി 4 വലിച്ചു കീറി. ഒരു കഷ്ണമെടുത്ത് ചൂതിലിട്ടു, ഒരു കഷ്ണമെടുത്ത് നായാട്ടിലിട്ടു, ഒരു കഷ്ണമെടുത്ത് മദ്യത്തിലിട്ടു, ഒരു കഷ്ണമെടുത്ത് സ്ത്രീയിലിട്ടു. അതുകൊണ്ട് ഈ 4 മതകരമാണ്. ഈ 4 കാര്യത്തിൽ ആസക്തി വന്നുപോയാൽ അവന് മാദക സ്വഭാവം വരും. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതല്ലേ. പകിടകളിയും ചൂതുകളിയും ഇന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. പകുതി വിലക്ക് സാധനം തരാമെന്ന് പറയും. കോടികൾ തട്ടിയാൽ അത് ചൂതാണ്. ആടുതേക്ക് മാഞ്ചിയം ചൂതാട്ടമാണ് എന്ന് പറഞ്ഞാൽ മെയ്യനങ്ങാതെ സമ്പാദ്യമുണ്ടാക്കുന്ന വിനോദത്തിന്റെ പേരാണ് ചൂതാട്ടം. ആ ചൂതാട്ടമാണ് കുരുക്ഷേത്രത്തിലേക്ക് നയിച്ചത്. ഭാഗവതം അത് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം പണയം വെച്ച് ചൂതാടിയപ്പോൾ ധർമ്മപുത്രർ യുധിഷ്ഠിരൻ ഏറ്റവും സാത്വികനായ കഥാപാത്രമാണ്. ഒരു കളവ് പോലും ജീവിതത്തിൽ പറയാതിരുന്ന ആ യുധിഷ്ഠിരൻ ചൂതാട്ടം അഡിക്റ്റഡായിപ്പോയി, അഡിക്ഷനായിപ്പോയി. അവസാനം ചൂതാട്ടത്തിന് പോകുന്ന സമയത്ത് സഹോദരന്മാർ 4 പേരും പറയുന്നുണ്ട് പോകണ്ട. പാഞ്ചാലി പറയുന്നുണ്ട് പോകണ്ട. കുന്തി പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അമ്മ പറഞ്ഞാൽ ഇങ്ങനെ അനുസരിക്കും. അമ്മ പറഞ്ഞില്ല, കാരണം ഇതൊക്കെ സംഭവിക്കണ്ടേ, അതുകൊണ്ട് അമ്മ പറഞ്ഞില്ല. ഗുരുക്കന്മാർ പറഞ്ഞു, പ്രായമായവർ പറഞ്ഞു ചൂതാട്ടത്തിന് പോകരുത്. ആര് പറഞ്ഞാലും കേട്ടില്ല. കാര്യം എന്താ? വിനാശകാലേ. അത് തന്നെയാണ് സംഭവം. കണ്ടോ? ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കാൻ വേണ്ടിയാ. ആരെന്തു പറഞ്ഞാലും വിനാശകാലം അടുത്തെങ്കിൽ അത് സ്വീകരിക്കത്തേയില്ല. അങ്ങനെ ഒരു വിനാശകാലത്തിലാണ് എമ്പുരാൻ സിനിമ പിടിക്കാൻ തോന്നിയത്. ഹലോ, വിപരീത ബുദ്ധി വന്നതാ. ലൂസിഫർ നന്നായിട്ട് ഓടി, എല്ലാരും കണ്ടു. അപ്പോഴാണ് വിനാശകാലേ വിപരീത ബുദ്ധി. ആവിഷ്കാരവും സാധ്യത പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ കണ്ടില്ല, കാണത്തുമില്ല. കാരണം എന്തിനാ വിവാദമുള്ള ഈ സാധനം എന്തിനാ കാണാൻ പോകുന്നത്? എത്രയോ നല്ലത് ഇവിടെ കണ്ട് നമ്മൾ പരിശീലിച്ചു പോയി. പോട്ടെ. അതുകൊണ്ട് ഈ ചൂതാട്ടത്തിൽ ഇദ്ദേഹം അഡിക്റ്റഡ് ആണ്. അഡിക്ഷനും മാനിയുണ്ട്. മനഃശാസ്ത്രം പഠിച്ചൊരു ഡോക്ടർ എന്ന നിലയിൽ പറയാം, അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹാബിറ്റ്. സ്വഭാവം കൊണ്ട് ഇതിന് അടിമയാകുമ്പോൾ അത് അഡിക്ഷൻ ആകും. എന്നാൽ മാനിയ എന്ന് പറയുന്നത് അഡിക്ഷൻ മൂത്താണ് മാനിയാവുന്നത്. മാനിയയ്ക്ക് സൈക്കിയാട്രി കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം പ്ലഷർ ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഒന്നുകൂടെ പറയാം: സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം പ്ലഷർ ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഒരു കാര്യം ചെയ്യുന്നതിൽ അമിതമായ സന്തോഷം, അത് തന്നെ തുടരെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാനിയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ മൊബൈൽ മാനിയ എങ്ങനെയാ വന്നതെന്ന്? അത് ചെയ്യുന്നത് വലിയ സന്തോഷം, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 5 മിനിറ്റ് ഫ്രീ കിട്ടിയാൽ നിങ്ങൾ മൊബൈൽ സ്ക്രീനിലേക്ക് പോകുന്നുണ്ടോ? യു ആർ അണ്ടർ മാനിയ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ചെയ്യുന്ന പ്രവൃത്തി മൊബൈൽ നോക്കലാണോ? നിങ്ങൾ മാനിയിലാണ്. എഴുന്നേറ്റാൽ ഉടനെ ഇത് അന്വേഷിക്കുന്നുണ്ടോ? മാനിയിലാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ധർമ്മപുത്രർ, രണ്ടും ഒരാൾ തന്നെ ആണല്ലോ. യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ധർമ്മപുത്രർ ഈ പറഞ്ഞ ചൂതുകളിയുടെ മാനിയായുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് പിന്നെയും കളിക്കാൻ പോയത്. കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞ് യുദ്ധഭൂമിയിൽ ശിരസറ്റ കബന്ധങ്ങൾ കിടക്കുന്നു, ചോര പുഴ ഒഴുകിക്കിടക്കുന്നു. അതിന്റെ മധ്യത്തിലൂടെ പഞ്ചപാണ്ഡവരും ഭഗവാനും കൂടി ശ്രാദ്ധക്രിയകൾ നടത്താൻ, മരിച്ചവർക്ക് ശേഷമുള്ള ക്രിയകൾ നടത്താൻ വേണ്ടി നടക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഭഗവാനെ, ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ്, എന്നാൽ ഇത് ഇത്തിരി കടുത്തുപോയില്ലേ?
ഇത്രത്തോളം കബന്ധങ്ങളും ചോരയും വന്നില്ലേ? അത് മനോഹരമായിട്ട് ഈ കുരുക്ഷേത്ര ഭൂമി, കഴിഞ്ഞുള്ള ഭൂമി പുതുശ്ശേരി രാമചന്ദ്രൻ സാർ വർണ്ണിച്ചിട്ടുണ്ട്. അരിഞ്ഞു വീഴുന്ന തലകളും കുഴ തടകളും ചായും കൊടിമരങ്ങളും മുടി കടകങ്ങൾ നിണപ്പുഴകളിൽ ഒഴുകിയെത്തുന്ന കബന്ധങ്ങൾ എണ്ണി തലയറയുമദ്ദഹീതമാരുടെ അലമുറകളും തിളച്ച കണ്ണീരും. അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോഴാണ് ഭഗവാനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്, എന്നാൽ ഇത്തിരി കടുത്തു പോയില്ലേ? ഉടൻ തന്നെ ഭഗവാന്റെ മറുപടി വന്നു, യുധിഷ്ഠിര, ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് നിന്റെ ബുദ്ധിയില്ലായ്മ മാത്രമാണ്. അസ്തപ്രജ്ഞനായിക്കൊണ്ട് യുധിഷ്ഠിരൻ ചോദിച്ചു, ഭഗവാനെ അതെങ്ങനെയാ ഞാൻ കാരണമാകുന്നത്? നിനക്ക് വേണ്ട രീതിയിൽ ബുദ്ധി വന്നില്ല, അതുകൊണ്ടാ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് ദുര്യോധനന്റെ പകുതി പോലും പ്രായോഗിക ബുദ്ധിയില്ല. കാരണം ചൂതാട്ടത്തിൽ ഇറങ്ങിയപ്പോ ദുര്യോധനൻ അറിയാം നിന്നോട് കളിച്ച് ജയിക്കാൻ പ്രയാസമാണ്, ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പകരം ശകുനി കളിക്കും എന്ന് പറഞ്ഞപ്പോൾ, യുധിഷ്ഠിര, നിന്റെ തലയ്ക്ക് ബോധം ഉണ്ടായിരുന്നോ? നീ പറയണ്ടേ ശകുനി കളിക്കുമെന്ന് എനിക്ക് പകരം കൃഷ്ണൻ കളിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കളി ഞാൻ പഠിപ്പിക്കത്തില്ലായിരുന്നു. വേണ്ട സമയത്ത് വേണ്ടത് തോന്നിയില്ല, അരണയുടെ ബുദ്ധിയായിപ്പോയി. കാര്യം എന്തുകൊണ്ടാണ്? ഹീസ് അണ്ടർ മാനിയ വന്നു കഴിഞ്ഞാൽ, ഒന്നിനോട് അപാരമായ ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും, അവന്റെ തല ശൂന്യമാകും. ഈ ആസക്തിയുടെ പേരാണ് അഡിക്ഷൻ എന്നും മാനിയ എന്നും. ആ അഡിക്ഷനിലും മാനിയയുമാണ് ഇന്നത്തെ MDMA-യും ഭാങ്ങും ചരസും ലഹരി മരുന്നുകളും. ചെന്നു കഴിഞ്ഞാൽ യുധിഷ്ഠിരന്റെ ബോധം പോയതുപോലെ വേണ്ട സമയത്ത് ബോധമില്ലാതായി പോകും. കാരണം മാദകമാണ് ലഹരി. മദ്യമെന്ന് പറഞ്ഞാൽ കള്ളും ചാരായവും വിസ്കിയും ബ്രാൻഡിയും മാത്രമല്ല, വിശാലമായി ഋഷി പഠിപ്പിച്ചിട്ടുണ്ട്. സുരാഹിബേന വിജയ ധൂമ്രപത്രാദി വത്സല ബുദ്ധിപ്രമ വിധേയത്വാത് മദ്യമിത്യുച്യതേ ബുധേ. ഉണ്ടോ? കുടിക്കുന്ന മദ്യം കൂടാതെ അഹിബേനം, കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങിയവയിൽ നിന്നുണ്ടാക്കുന്ന ലഹരി, അത് സമ്മിശ്രമായി ഉണ്ടാക്കുന്ന ലഹരികളും. ആ സമ്മിശ്രം എന്ന പ്രയോഗത്തിൽ ഈ MDMA വരും. ആയിരക്കണക്കിന് കൊല്ലത്തിനപ്പുറം ഋഷിമാരെ പഠിപ്പിച്ചു സമ്മിശ്രമായ ലഹരി. ഈ ലഹരികളെല്ലാം ചെന്നു കഴിഞ്ഞാൽ ബുദ്ധിഭ്രമമുണ്ടാകും. ബുദ്ധിഭ്രമ വിധേയത്വാത് മദ്യമിത്യുച്യതേ ബുധ. ഈ ലഹരി സാധനങ്ങളെല്ലാം മദ്യത്തിന്റെ ലിസ്റ്റിൽ വരും. ചെന്നു കഴിഞ്ഞാൽ ബുദ്ധി നശിച്ചു പോകും. ഒരു മാസം മുമ്പ് ചാനലിൽ കണ്ട ഒരു വാർത്ത, FIR എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ FIR ക്രൈം കാണിക്കുന്ന, അതിലാണ് സംഭവം കണ്ടത്. MDMA ഉപയോഗിച്ച് ഒരു 26 വയസ്സുകാരനെ അക്രമം കാണിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നിർബന്ധമായി ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോയി ലോക്കപ്പിൽ അടച്ചതിനു ശേഷം ആ അമ്മയോട് ചാനലുകാർ സംസാരിക്കുന്ന ഒരു രംഗമാണ്. 26 വയസ്സുള്ള മകനും അമ്മയും തനിച്ചാണ് വീട്ടിൽ. ഭർത്താവ് മരിച്ചുപോയതാ. ഈ മകനെ തീറ്റിപ്പോറ്റി വളർത്താൻ ഈ അമ്മ എത്ര പ്രയാസപ്പെട്ടു. ചാനലിൽ കാണിച്ചത് അമ്മയുടെ മുഖം മറച്ചാണ് കാണിക്കുന്നത്. അമ്മ പറയുന്നു, രാത്രിയിൽ ഈ മകൻ വന്ന് വിളിക്കുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ അവൻ, ഞാൻ പച്ചയ്ക്ക് പറയുക, വീഡിയോ പിടിക്കുക, നിങ്ങളെല്ലാം കണ്ടു സഹോദരിമാർ, അസഭ്യമായി ചിന്തിക്കരുത്, ലോകം മനസ്സിലാക്കാൻ പറയുക. അമ്മ ചാനലിലൂടെ പറഞ്ഞതാ, ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടതാണ്. അമ്മ പറയുക, ഞാൻ വാതിൽ തുറക്കുമ്പോൾ അവൻ എൻ്റെ മാറിലേക്ക് തറച്ചു നോക്കുമായിരുന്നു, അവനെ പാലൂട്ടി വളർത്തിയ മാറിലേക്ക്. അമ്മ പറഞ്ഞു, ഭയന്ന് തുണിയെടുത്ത് ഞാൻ മറച്ചിട്ട് ഭയന്ന് വീട്ടിൽ കയറി കുറ്റിയിട്ട് കിടക്കുമായിരുന്നു. ഭയക്കുമായിരുന്നു. എൻ്റെ മകൻ വീട്ടിൽ തനിച്ചുള്ളപ്പോൾ എനിക്ക് ഭയമായിരുന്നു. കാരണം മാദകത്വമായ MDMA അകത്ത് ചെന്നാൽ സ്ഥലകാല ബോധമില്ല. അമ്മയാര് പെങ്ങളാരൊന്നും അറിയില്ല. മൃഗസ്വഭാവമാണ്, മൃഗസ്വഭാവം. സൈക്യാട്രി പഠിപ്പിക്കുമ്പോൾ, ന്യൂറോളജി പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്,
ലഹരി തലച്ചോറിൽ ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പുരുഷന്റെ തലയ്ക്ക് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്തത് തലച്ചോറിലെ ഒരു ഹോർമോണിന്റെ പ്രവർത്തനമായി ആ പുരുഷൻ പിന്നെ രണ്ടാമത് അന്വേഷിക്കുന്ന സ്ത്രീ ആയിരിക്കും. ഞാൻ മറച്ചു പറയുക, കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ലോകത്തിന് സംഭവിക്കുന്ന ഇതാണ്. മദ്യത്തിൽ മാദകത്വം എങ്ങനെ വന്നു, സ്ത്രീയിൽ എങ്ങനെ വന്നു, രാക്ഷസനെ പിച്ചുകീറിയിട്ടിരിക്കുക. ഭാഗവതം പഠിപ്പിച്ച തത്വ ഇത്. ഇങ്ങനെ എത്ര ആയിരം തത്വങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ, എത്ര ചരിത്രങ്ങളാണ്, എത്ര കഥകളാണ്. ധ്രുവചരിതം, ഗജേന്ദ്രമോക്ഷം, ഓരോന്നും എത്ര വിശദീകരിക്കാൻ ഇന്നത്തെ കാലത്ത് പഠിക്കാനുമുള്ളതാ. ഏറ്റവും സുവിദിതമായ നരസിംഹമൂർത്തിയുടെ അവതാരം ഭാഗവതത്തിലെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ വന്ന വരവ് നമുക്കെല്ലാം അറിയാൻ സംഭവം. ഹിരണ്യനൊരു വരബലം ഉണ്ടായിരുന്നു. എന്താ വരബലം? പകലും മരിക്കരുത്, രാത്രിയും മരിക്കരുത്. അപ്പൊ പിന്നെ മരിക്കണ്ട. കാലത്തിന് പകലെന്നും രാത്രി, ഇത് രണ്ട് ദിശയല്ലാതെ വേറെ ഇല്ല. പകലും മരിക്കണ്ട, രാത്രിയും മരിക്കണ്ട. വീടിന്റെ ഉള്ളിൽ വെച്ച് മരിക്കരുത്, പുറത്തു വെച്ചും മരിക്കരുത്. ആകാശത്ത് വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ചും മരിക്കരുത്. മനുഷ്യനും കൊല്ലരുത്, മൃഗവും കൊല്ലരുത്. ഭാഗവതം പഠിപ്പിച്ചതാ. എന്തിനാ ഈ തത്വങ്ങൾ പഠിപ്പിച്ചതെന്നറിയോ? അതിന്റെ അന്തസാരം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. നീ ഏത് ഗുഹാന്തരങ്ങളിൽ ഒളിച്ചിരുന്നാലും സമയമെത്തിക്കഴിഞ്ഞാൽ ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ജ. ഭഗവാൻ പറഞ്ഞു, ഗീതയിൽ പറഞ്ഞതാ. ജാതസ്യ ഹി, സൃഷ്ടിക്കപ്പെട്ട, പിറവിയെടുത്ത മനുഷ്യരെന്ന് മാത്രമല്ല, പിറവിയെടുത്തതിനെല്ലാം ധ്രുവോർ മൃത്യു. സംസ്കൃത ഭാഷയിൽ ധ്രുവം എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഹാപ്പൻ, സംഭവിച്ചേ തീരൂ. അതാണ് ധ്രുവം എന്ന വാക്കിന്റെ പ്രയോഗം. ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചേ പറ്റൂ. ജനിച്ചവർക്കെല്ലാം മരണമുണ്ടെന്ന് മാത്രമല്ല, ഭൂമിയിൽ സൃഷ്ടിച്ച സകലത്തിനും അവസാനമുണ്ടെന്നാണ് ഈ വാക്യത്തിന്റെ സൂചന. അടുത്തത് ധ്രുവം, വീണ്ടും പറയാ, ധ്രുവം ജന്മ മൃതസ്യജ. മരിച്ചാൽ രണ്ടാമതൊരു ജന്മവും ഉറപ്പാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഇതിലെല്ലാ ആത്മീയ ധാരകളും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, പാഴ്സി, എല്ലാവരും മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡെത്ത് ഈസ് നോട്ട് എ വാൾ, ഇറ്റ് ഈസ് എ ഡോർ. മരണം ഒരു മതിലല്ല, അതിനപ്പുറത്തൊരു വാതിലാണ്, അതിനപ്പുറത്തെ ഒരു പോക്കുണ്ട്. അത് പോയേ പറ്റൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തു മാത്രമല്ല, അപ്പോ ഇദ്ദേഹത്തിന്റെ വരബലം മരിക്കാതിരിക്കാനുള്ള വരബലമാണ്. ഭാഗവതം മാത്രമല്ല, രാമായണമായാലും മഹാഭാരതമായാലും എല്ലാം നോക്കിയാൽ എവിടെയെല്ലാം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും കഥ പഠിപ്പിക്കുന്നുണ്ടോ അവരെല്ലാം മരിക്കാതിരിക്കാൻ വഴി തേടിയവരാ. നല്ല ചിന്തിച്ചു നോക്കാൻ. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം വാത്മീകി രാമായണം. അമേരിക്കയിലെ ന്യൂയോർക്കിലെ മലയാളികളുടെ ഒരു അസോസിയേഷൻ, അമേരിക്കയിലെ മൊത്തത്തിലുള്ള അസോസിയേഷനാണ് ഫൊക്കാനോ. അതിൻ്റെ ന്യൂയോർക്ക് വിങ് ഒരിക്കൽ അവരെ വാർഷികം സംഘടിപ്പിച്ചപ്പോൾ അതിലെ സാഹിത്യ സമ്മേളനം, ലിറ്റററിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സാധുവായ എന്നെ ക്ഷണിച്ചു. പോയി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ലൈബ്രറി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലെ ലിറ്റററി വിഭാഗത്തിൽ കയറി ഞാനിങ്ങനെ പുസ്തകങ്ങൾ പരതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നോക്കി പോകുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ഗ്രന്ഥം, ഒരു ബ്രഹ്മാണ്ഡമായ പുസ്തകം. അതിന്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്നു ഹിസ്റ്ററി ഓഫ് പൊയട്രി, കവിതയുടെ ചരിത്രം. അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു പുസ്തകം ഏതെങ്കിലും ഭാഷയിലുണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. കവിതയുടെ ചരിത്രം. എനിക്ക് ആകാംക്ഷ തോന്നി, കുതൂഹലം തോന്നി. പുസ്തകം എടുത്ത് മറിച്ചു നോക്കുമ്പോൾ കവിതയുടെ ചരിത്രം വിശദീകരിക്കുന്ന ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് പൊയട്രിയുടെ പ്രിഫേസിൽ തന്നെ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് പൊയട്രി വിച്ച് മാൻകൈൻഡ് ക്രിയേറ്റഡ് എവർ നോൺ ഈസ് വാത്മീകി രാമായണ. ഞാൻ അവിടെ നിന്ന് അങ്ങ് പൊങ്ങിച്ചാടിപ്പോയി. എന്നിട്ട് വട്ടം നോക്കി. ആളുകൾ വിചാരിക്കും ഇവൻ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട്
നട്ടളയതാന്ന് വിചാരിക്കും, കുന്ന് അല്ലേ ഇവനെന്താ പൊങ്ങിച്ചാടുന്നത്? എങ്ങനെ പൊങ്ങിച്ചാടാതിരിക്കും? ആധികാരികമായി ഗ്രന്ഥം രേഖപ്പെടുത്തുന്നു, ഭൂമിയിൽ ഇന്നോളം ഉണ്ടായതിൽ ആദ്യത്തെ കാവ്യം വാത്മീകി രാമായണമാണ്. ആരായിരുന്നു വാത്മീകി? സംഭവം എല്ലാം നമുക്കറിയാം. രത്നാകരൻ്റെ കഥ നമുക്കെല്ലാം അറിയാം. അറിയാത്തവരാരുമില്ല. രാമായണ മാസത്തിൽ ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പം പലപ്പോഴും പറയും, സാറേ ഇതിനു മുമ്പ് പ്രസംഗിച്ചവരെല്ലാം രത്നാകരൻ്റെ കഥ പറഞ്ഞു, അവർ പറയാത്തവരാരുമില്ല. സാർ അത് പറയല്ലേ. ഞാനും അന്നേരം തുടങ്ങി രത്നാകരൻ്റെ കഥ തന്നെ പറയും. കാരണം അവരാരും പറഞ്ഞതല്ല ഞാൻ പറയാൻ പോകുന്നത്. രത്നാകരൻ്റെ ഭാര്യയെ പറ്റിയാ. അത് അധികം ആരും പറയത്തില്ല. സപ്തർഷികൾ പറഞ്ഞ് വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരാൻ പാപഭാരം പങ്കിടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സാധ്യയായ വീട്ടമ്മ കൊടുത്തൊരു ഉപദേശമുണ്ട്. താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കണ്ടോ, മലവേടത്തിയായിട്ട് പോലും ആ പ്രായോഗിക ബുദ്ധി, സാധാർമിക ബോധം. അല്ലേ പറയാമായിരുന്നു, സാരമില്ല എന്തെങ്കിലും കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നാലേ നമുക്ക് എല്ലാം കൂടെ അനുഭവിക്കാമെന്നല്ല പറഞ്ഞത്. ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി താങ്കൾ തന്നെ അനുഭവിക്കത്തേ ഉള്ളൂ. അതാണ് സംസ്കൃതത്തിൽ പറഞ്ഞത്, അവശ്യം അനുഭോക്തവ്യം കൃതകർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരഭി. മൂലരാമായണം സംസ്കൃതത്തിൽ അങ്ങനെയാ പറഞ്ഞത്. കോടാനുകോടി യുഗങ്ങൾ കഴിഞ്ഞാലും ശുഭവും അശുഭവുമായ കർമ്മം എന്തു ചെയ്താലും കൽപ്പകോടി ശതൈരഭി, ശതകോടി കൽപ്പാന്തകാലം കഴിഞ്ഞാലും പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ തീരൂ. മലയാളത്തിൽ ഈയിടെ പുതിയൊരു ശൈലി ഇറങ്ങിയിട്ടുണ്ട്. ശബ്ദധാരാവലിയിൽ ഇല്ലാത്തൊരു വാക്ക്, പണി കൊടുക്കുക. പണി കൊടുക്കുക, അതാണ്. ഞാൻ ലോകത്തിലെ 7 ഭൂഖണ്ഡത്തിലും പോയിട്ടുണ്ട്, 7 ഭൂഖണ്ഡത്തിലും പോയിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ പോയി. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകളിലെല്ലാം പോയിട്ടുണ്ട്. പോകാത്ത 1-2 സ്റ്റേറ്റുകളിൽ, ബാക്കിയെല്ലാം എന്തെങ്കിലും പരിപാടി പോകും. നീ ആത്മീയ പ്രഭാഷണം, അല്ലേ സാഹിത്യ സമ്മേളനം, അല്ലേ മനഃശാസ്ത്രം, എന്തെങ്കിലും കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ എങ്ങുമില്ലാത്തൊരു ഉപകരണം കേരളത്തിലുണ്ട്. അതിന് ചേർന്ന വാക്കാണ് ഈ പണി കൊടുക്കുക എന്നുള്ളത്. ഒരു ഉപകരണം, ആൻ എക്യുപ്മെന്റ് തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, കർണാടകത്തിലില്ല, ആന്ധ്രയിലില്ല, ഗുജറാത്തിലില്ല, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലുമില്ല. ലോകത്ത് ഞാൻ പോയ ഒരു രാജ്യത്തും കാണാത്തൊരു ഉപകരണം കേരളത്തിലുണ്ട്. എന്താ ഉപകരണം എന്നറിയാമോ? തേങ്ങ പൊതിക്കുന്ന ഉപകരണം. തേങ്ങ പൊതിക്കുന്ന ഉപകരണം, അതിന്റെ പേരെന്താ? പാര. പാര. കേരളത്തിൽ മാത്രമേ പാരയുള്ളൂ. പാര കണ്ടുപിടിച്ചവൻ മലയാളിയാകുന്നു. ഉണ്ടോ? ആർക്കെന്ത് പാര വയ്ക്കാമെന്ന് ആലോചന നടക്കുകയാണ്. അതാണ് പണി കൊടുക്കുക. അങ്ങനെ നീ പണി കൊടുത്താൽ അതിൻ്റെ ശതഗുണീഭാവത്തിൽ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കാനാണ് രാമായണത്തിൽ ഈ വരി എഴുതി തന്നിരിക്കുന്നത്. എന്ത് പ്രവർത്തിച്ചാലും പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ തീരൂ. അതാണ് കൃതകർമ്മ ശുഭാശുഭം എന്നൊക്കെ പറഞ്ഞു തന്ന വാത്മീകിയുടെ രാമായണം തുടങ്ങുന്നത് തന്നെ കാട്ടുജാതിക്കാരനായ, പിടിച്ചുപറിക്കാരനായ, കാട്ടാളനായ രത്നാകരൻ മാറി വന്ന സംഭവം വാത്മീകിയായി. അദ്ദേഹം രാമ എന്ന് ജപിക്കാൻ പോലും അറിയില്ല. പക്ഷേ ഹൃദയത്തിൽ ഭക്തിപൂർവം രാമ 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 രാ പറഞ്ഞ് രാമരാമയായ കഥയൊക്കെ നമുക്കറിയാം. അത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ കവിയാണ് ലോകത്തിലെ ആദ്യത്തെ കവി. അക്ഷരാഭ്യാസം പോലും ഇല്ലായിരുന്ന ഭാങ്ങി വർഗത്തിലെ, മലവേടനല്ല, ഭാങ്ങി വർഗം എന്ന് പറയുന്ന തോട്ടി, അങ്ങനത്തെ ഒരു താഴ്ന്ന ജാതിയായി മനുഷ്യൻ പരിഗണിച്ച ജാതിയിൽ ജനിച്ച ആ മനുഷ്യനാണ് ലോകത്തിൽ ആദ്യത്തെ കവിത എഴുതിയപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിലെ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെയാണ് അക്ഷരങ്ങൾ വാഴ്ന്നു വീണത്, അല്ലേ? അതിലെ ആദ്യത്തെ വരികൾ പറയാത്തവരാരുമില്ല. രാമായണത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകമെങ്കിലും മിക്കവാറും എല്ലാവർക്കും അറിയാം. ആദ്യത്തെ വരി അറിയാത്തവർ വളരെ ചുരുക്കമാണ്. അതിൽ ഒന്നാമത്തെ വാക്കെങ്കിലും പറയാത്ത ഒരു ഭാരതീയനുമില്ല. ഒരിക്കൽ കൊട്ടാരക്കര മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. കൊട്ടാരക്കര വലിയ മീറ്റിംഗ് നടക്കുക. ഞാൻ കാറിൽ ഇങ്ങനെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ പ്രസംഗം എന്താ ഇഷ്ടം എന്ന് അറിയാമ്പോൾ ഇങ്ങനെ ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല, അതിനകത്ത് കഴമ്പൊന്നുമില്ല. ഈ ആക്ഷൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. വണ്ടി നിർത്തി കേട്ട് നിന്നപ്പോ അദ്ദേഹം ഇന്ന് പ്രസംഗിക്കാണ് മാനിഷാധ മാനിഷാധ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങാര് വരെ രാമായണം പറയുന്നല്ലോ. സംഭവം മറ്റേ സോളാർ കേസാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങാര് മാനിഷാധയൊക്കെ വെച്ച് കീറിയത്.
ആ വാക്കെങ്കിലും പറയാത്തവരാരുമില്ല. അപ്പൊ തുടങ്ങുന്നത് മാനിഷാദ പ്രതിഷ്ഠാന്തമകമ ശശ്വതീ സമ യത് ക്രൗജമിഥുനാദേകം അവധിം കാമമോഹിത. കണ്ട, മാലപ്പടക്കത്തിന് നീ കൊടുത്ത പോലെ പുരാവിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ അസീതസ്യാനുജോ കുംഭകർണ വിഭീഷണോ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസാം വരാനിമാൻ വവ്രേ. രാവണോ മാനുഷാതന്നീരവധ്യത്വം തഥാത്മന കുംഭകർണോ നിർദേവത്വം ഇച്ഛയാ നിദ്രേവത്വം വവ്രേ വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ. മനോഹരമായ വരികൾ. ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ കാവ്യത്തിലെ ഒന്നാമത്തെ രാക്ഷസൻ രാവണനാണ് വരം ചോദിക്കുന്നത്. എന്താണ് വരം? മാനുഷാത് അന്നീർ അവത്യത്വം, മനുഷ്യരല്ലാതെ ആരും എന്നെ കൊല്ലരുത്. അയ്യോ, 10 തലയും 20 കൈയുള്ള ഇതിനെ മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മരിക്കരുത്. കണ്ടോ, ഹിരണ്യന്റെ ലക്ഷ്യം എന്തായിരുന്നു? മരിക്കരുത്. പേര് ഹിരണ്യകശിപു. ഹിരണ്യകശിപു. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, കശിപം എന്ന് പറഞ്ഞാൽ മെത്ത. സ്വർണം കൊണ്ട് മെത്ത ഉണ്ടാക്കി അതിൽ കിടന്ന ആളാ. മിക്കവാറും മലയാളിയായിരിക്കും. ഇത്രത്തോളം സ്വർണഭ്രമമുള്ള ലോകത്ത് വേറെ ഒരു സമ്പ്രദായത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ചത്താലും എങ്ങനെ കിടക്കണം? ചാമഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത് മലയാളി. ഇത്രയും ജുവലറി ഉള്ള ഒരു നാടും ലോകത്തില്ല. അപ്പൊ ഹിരണ്യൻ മിക്കവാറും മലയാളി ആയിരിക്കണതാ തോന്നുന്നത്. ഹിരണ്യന്റെ വരം നമുക്കറിയാം. താരകാസുരന്റെ വരം എന്താണ്? ജനിച്ച 6 ദിവസമാകാത്ത കുട്ടി മാത്രമേ കൊല്ലാവൂ. ദേവലോകം മുഴുവൻ ഇളക്കി മറിച്ച് താരകനെ പൊടിക്കുഞ്ഞ് കൊല്ലാൻ പറ്റുമോ? ഇല്ല. മഹിഷിയുടെ വരബലം എന്താണ്? സാക്ഷാൽ പരമശിവനും മഹാവിഷ്ണുവും ചേർന്ന് സന്താനം ഉണ്ടാകണം. അത് വേണം എന്നെ നിഗ്രഹിക്കാൻ. ചുരുക്കി പറഞ്ഞ വളരെ ചുരുക്കാണ്. അതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ അവതാരമാണ്. പ്രഹ്ലാദന്റെ വിഷയം മാത്രം അല്പം പറഞ്ഞ് ഞാൻ വേഗം ഷട്ട് ഡൗൺ ചെയ്യാണ്. അതുകൊണ്ട് ഭാരതീയ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളെയും രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും കഥ പരിശോധിച്ചാൽ അവരെല്ലാം മരിക്കാതിരിക്കാൻ വഴി തേടിയവരാണ്. കാര്യം എന്താ? അവരുടെ വിചാരം ശരീരമാണ് ഞാൻ എന്ന് പറയുന്നത്. ആ ശരീരത്തിന്റെ സുഖഭോഗത്തിനായി എന്നും ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് മരിക്കാതിരിക്കാൻ വഴി തേടിയത്. എന്നാൽ ആധ്യാത്മികമായി ഉയർന്നവർക്ക് ആത്മാവാണ് ശരീരമല്ല, ആത്മാവാണ് ഞാനെന്നറിഞ്ഞാൽ മരിക്കാൻ വല്ല പേടിയുണ്ടോ? അതാണ് ശങ്കരാചാര്യരുടെ അടുത്ത് അങ്കുലീമാലം വന്നപ്പോൾ എന്തിനാ വന്നത്? ശിരസെടുക്കാൻ വന്നതാ. എന്താ ശങ്കരാചാര്യർ പറഞ്ഞത്? ശിഷ്യരില്ലാരും ചാരത്തില്ലാത്ത തക്കം നോക്കി ശിക്ഷിതാത്മാവേ കൊണ്ടുപോയിക്കൊള്ളുക ഇഷ്ടം പോലെ. ശിഷ്യന്മാരാരുമില്ലാത്ത സമയത്ത് വന്ന് തലയും കൊണ്ടുപോക്കുക. തുരീയഭാവത്തിലെത്തിയ മരണത്തെ ഭയമില്ല അവർക്ക്. രാക്ഷസന്മാർക്കും അസുരന്മാർക്കും മരണത്തെ പേടിയാ. പത്തനാപുരം താലൂക്ക് ആശുപത്രി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് 110 വയസ്സെന്നാണ് റേഷൻ കാർഡിൽ രേഖപ്പെടുന്നത്. സ്വാമി സ്വാമി എന്ന് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹം എന്നെ കാണാൻ കൊണ്ടുവന്നു. തീരെ വയസ്സിലായി, തീരെ കണ്ണും കാണൂല, കാതും കേൾക്കൂല, വല്ലാതെ അവശനായി. എന്നോട് വലിയ വിശ്വാസമാണ്. വന്ന് പുരാണങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ണൂർ കാസർഗോഡിലെ പ്രഭാഷണത്തിന് പോയിരിക്കുക. ഉണ്ടായിരുന്ന ഡോക്ടറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്നത്. ഞാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും എല്ലാം കൂടെ കട്ടിലിന് ചുറ്റാകെ കൂടിയിരിക്കുന്നുണ്ട്. പട്ടാളത്തിലെടുക്കാനുള്ള ആളുണ്ട്. ഇദ്ദേഹത്തോടെ സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. വടിയായിട്ട് വേണം കാതി കിടക്കുന്ന കടുക്കൻ ഊരി എടുക്കാൻ, വടിയെടുത്തോണ്ട് പോകാൻ, പെട്ടി എടുത്തോണ്ട് പോകാൻ. അതിനൊക്കെ അവന്മാർ നിൽക്കുന്ന കള്ളന്മാർ. ഒയ്യോ, ഞാൻ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. ഡോക്ടർ വന്നു എന്ന് മനസ്സിലായി. സ്റ്റെതസ്കോപ്പ് വെച്ചപ്പോ നെഞ്ചത്ത് തണിപ്പടിച്ചപ്പോൾ മനസ്സിലായി, പരിശോധിക്കാമെന്ന് മനസ്സിലായി. അവിടെ കിടന്നുകൊണ്ട് ഡാക്ടറെ ഞാൻ വിളി കേട്ടു. ഓ, അദ്ദേഹത്തിന് കാത് കേൾക്കാൻ വയ്യാത്ത വിളി കേട്ടത് അദ്ദേഹം കേട്ടില്ല. കോപിച്ച് വിളിച്ചു, ഡാക്ടറെ. ഞാൻ പറഞ്ഞു, ഓ, രക്ഷ കിട്ടുവോ? 110 വയസ്സുണ്ട്, ഇനിയും രക്ഷ കിട്ടുമോന്നാ. അതാണ് മനുഷ്യൻ. അസുരനും രാക്ഷസനും ലോകം വിട്ടുപോകാൻ പ്രയാസമായിരുന്നു. അവരെല്ലാം ശാശ്വതമായി ജീവിക്കാമെന്ന് കരുതി. അവരിൽ ആരെങ്കിലും അവസാനിച്ചോ? ജീവിച്ചിരുന്നോ? ഈ വരബലമെല്ലാം അങ്ങ് സാധിച്ചു. രാവണനെ നിഗ്രഹിച്ചത് മനുഷ്യാവതാരം തന്നെയാണ്, അല്ലേ? മഹിഷിയെ നിഗ്രഹിച്ചതോ സാക്ഷാൽ പരമേശ്വരൻ വിഷ്ണുവും. ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ. പോയി. താരകനെ നിഗ്രഹിച്ചത് ജനിച്ച് 6 ദിവസമാകാത്ത കുട്ടിയാ. വേൽമുരുകാ ഹരോഹര, ശ്രീ മുരുകാ ഹരോഹര. ഹിരണ്യന് സംഭവിച്ചതും അത് തന്നെയാണ്. ഭാഗവതം പഠിപ്പിക്കുന്നു. നിഗ്രഹിച്ചത് പകലുമല്ല രാത്രിയുമല്ല, ത്രിസന്ധ്യയ്ക്കാണ്. വീടിന്റെ ഉള്ളിൽ വെച്ചല്ല, പുറത്തു വെച്ചല്ല, വാദപ്പടിയെ വെച്ച. എൻ്റെ അമ്മൂമ്മ
ഭയങ്കര, സ്കൂളിൽ പഠിച്ചിട്ടില്ല, പക്ഷെ പുരാണങ്ങളിലൊക്കെ വലിയ അറിവായിരുന്നു. വാദപ്പടിയിൽ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ പറയും എഴുന്നേറ്റ് പോടാം, ഹിരണ്യം വരുമെന്ന്. കാരണം ഹിരണ്യനെ നിഗ്രഹിച്ചത് വാദപ്പടി വെച്ചാ. അകത്തുമല്ല പുറത്തുമല്ല, രാത്രിയുമല്ല പകലല്ല, ആകാശത്ത് വെച്ചല്ല ഭൂമിയിൽ വെച്ചല്ല, നരസിംഹമൂർത്തിയുടെ മടിയിൽ വെച്ചാ നിഗ്രഹിച്ചത്. മനുഷ്യനുമല്ല മൃഗവുമല്ല. അങ്ങനെ ഹിരണ്യനെ നിഗ്രഹിച്ചു. നിഗ്രഹിച്ച് ഭാഗവതം പറയുന്ന ഏറ്റവും മനോജ്ഞമായ ഭാഗം, ഇന്നത്തെ ലോകം അനുസരിക്കേണ്ട ഭാഗം, അത് മാത്രം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാ. തുടങ്ങി വെച്ചാൽ നിർത്താൻ പറ്റത്തില്ല. സാഗരോപമമാണ് ആ സാധനം. അതിൻ്റെ ഒരു മൂല മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അറബിക്കടലാണ് ഭാഗവതെങ്കിൽ 2 തുള്ളി പറഞ്ഞേച്ചു പോവാ, ഇത്രയേ ഉള്ളൂ. നിഗ്രഹിച്ചു. നിഗ്രഹം കഴിഞ്ഞപ്പോൾ നരസിംഹമൂർത്തി, ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി ഉറഞ്ഞു തുള്ളി ചവിട്ടി തകർത്തുകൊണ്ടിരിക്കുന്നു. ആ സമയമെല്ലാം ഈ നിഗ്രഹം നടക്കുമ്പോഴും നരസിംഹമൂർത്തി ഉഗ്രമൂർത്തിയായി ഉറഞ്ഞു തുള്ളുമ്പോഴും പ്രഹ്ലാദൻ എന്ത് ചെയ്തു? പത്മമുകുളം പോലെ, കൈ ഇങ്ങനെ തൊടുന്നതിന് പത്മമുകുളം എന്നാ പറയുന്നത്. എൻ്റെ സാരം പറയണേ ഒത്തിരി ഉണ്ട്. ഞാൻ 1989 മുതലാണ് വിദേശ രാജ്യത്ത് പോകുന്നത്. കൊറോണയൊക്കെ വരുന്നതിന് വളരെ മുമ്പ് മുതലേ എൻ്റെ ഒരു പരിപാടി എന്താണെന്നറിയാമോ? നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാഡറിൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ സ്വീകരിക്കാൻ നിൽക്കും, ചിലപ്പോൾ അങ്ങ് റിസപ്ഷൻ്റെ അവിടെ ആയിരിക്കും. ഈ യൂറോപ്യന്മാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വന്ന് ഷേക്ക് ഹാൻഡ് തരും. ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അയ്യോ പിടിച്ച് കുലുക്കി 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 നമ്മുടെ ഒരം പഴഞ്ഞു പോകും. നാരായണ സ്വാമി എന്നെ കണ്ടപ്പോൾ ഷേക്ക് ഹാൻഡ് അല്ല എന്ന് റോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ചെയ്തത്? തൊഴുതാണ് ചെയ്തത്. ഇവന്മാരി കുലുക്കുന്നത് പോട്ടെ, കുലുക്കി 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 ഒരം പറയുന്നത് കൂടാതെ ഈ കുലുക്ക് കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്, ഹഗ്ഗിങ്. കേറി കെട്ടിപ്പിടിച്ചു കളയും. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വന്ന ആൾക്കാർ ഷേക്ക് ഹാൻഡ് കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിയാണ്. പുരുഷന്മാർ പിടിച്ചാലും വേണ്ടിയല്ല, ബാക്കി ഞാൻ പറയുന്നില്ല. അമേരിക്കയിലൊക്കെ അങ്ങനെ, അതൊക്കെ ഒരു വലിയ സുഖമായിട്ട് അവരുണ്ട്. ഇതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ഹഗ്ഗിങ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആദ്യകാലം മുതലേ ഞാൻ സ്വീകരിക്കാൻ വരുമ്പോൾ അവരെ കൈ നീട്ടി പിടിച്ചോണ്ട് വരുമ്പോൾ ഞാൻ അങ്ങ് തൊഴു. അപ്പൊ ഇവന്റെ കൈ അങ്ങ് പുറകോട്ട് വലിക്കുക, എന്നെ കെട്ടിപ്പിടിക്കൂല. പണ്ട് മുതൽ അവസാനം കൊറോണ വന്നപ്പോൾ അയ്യോ റൊണാൾഡ് ട്രംപും തൊഴാൻ പഠിച്ചു, ടോണി ബ്ലെയറും തൊഴാൻ പഠിച്ചു, എല്ലാ ലോക നേതാക്കളെല്ലാം കൊറോണ വന്നപ്പോഴത്തേക്ക് ഷേക്ക് ഹാൻഡ് മാറ്റി യൂറോപ്യന്മാരെല്ലാം തൊഴാൻ പഠിച്ചു. ആ തൊഴാൻ കൊണ്ടുവന്ന സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം. കൈമുദ്ര ഇങ്ങനെ പിടിക്കുന്നതിന് പറയുന്ന പത്മമുകുളം എന്ന, താമരയുടെ മുകുളം പോലെ. എന്താണ് താമര? അയ്യോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം, പത്മവ്യൂഹം. എന്താ പത്മവ്യൂഹമാണ് ഇന്റർനെറ്റ്. അത് ഞാൻ വിശദീകരിക്കുമ്പോൾ ഈ താമരയുടെ മഹത്വം ഞാൻ പറയും. ഈ മുകുളം ഇങ്ങനെ പിടിക്കുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇനി ഞാനിതൊന്നും പറയുന്നില്ല, ഷട്ട് ഡൗൺ ചെയ്യാണ്. തൊട്ടുപോയെങ്കിൽ അങ്ങ് കയറിപ്പോവും, നിങ്ങളെല്ലാം പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ പരിധിയിൽ നിൽക്കണം, അത് മര്യാദയാണ്. ചിലർ വാച്ച് നോക്കി പ്രസംഗിക്കും, ചിലർ കലണ്ടർ നോക്കി പ്രസംഗിക്കും. ഞാൻ കലണ്ടർ നോക്കി പ്രസംഗിക്കുന്ന കക്ഷിയല്ല, വാച്ച് നോക്കി പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അങ്ങനെ പത്മമുകുളവുമായി, പത്മം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഭഗവാൻ ഇഷ്ടപ്പെട്ടതാ. ആ പത്മമുകുളവുമായി തൊഴുതുകൊണ്ട് പ്രഹ്ലാദൻ നിൽക്കുന്നു ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ മുമ്പിൽ. കോപം അടങ്ങി, ശാന്തമായപ്പോൾ പറഞ്ഞു, വത്സ എന്ത് വരം വേണം? ഭാഗവതത്തിന്റെ ഏറ്റവും സമ്മോഹനമായ മുഹൂർത്തത്തിൽ ഒന്നാണിത്. എന്ത് വരം വേണം? അച്ഛൻ ചക്രവർത്തിയായിരുന്നു, അച്ഛൻ നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ നാട്ടിലും സിംഹാസനത്തിലും കൊട്ടാരത്തിലും പറമ്പിൽ പോലും കയറ്റാതെ ആട്ടി ഓടിച്ചു കൊല്ലാൻ തുടങ്ങിയ പിതാവ് മരണപ്പെട്ടപ്പോൾ പകരം സിംഹാസനത്തിൽ ഞാൻ ഇരിക്കാം, എന്നോട് ചോദിക്കുക എന്ത് വരം വേണം? ഇനി സിംഹാസനം ഇനി തന്നേരേന്ന് പറയും അല്ലേ? പ്രഹ്ലാദൻ പറഞ്ഞു, നത്വഹം കാമയേ രാജ്യം. ഭാഗവതം മൂലം സംസ്കൃതം. അതിൽ പറഞ്ഞത് ഇങ്ങനെ, പ്രഹ്ലാദന്റെ മറുപടി, നത്വഹം കാമയേ രാജ്യം. എനിക്ക് രാജ്യം വേണ്ട. അപ്പൊ പിന്നെ ഭൗതിക താല്പര്യമില്ലെങ്കിൽ പിന്നെ മോക്ഷമല്ലേ വേണ്ടത്? പിന്നെ സ്വർഗമല്ലേ വേണ്ടത്? നത്വഹം കാമയേ രാജ്യം, ന സ്വർഗം. എനിക്ക് സ്വർഗവും വേണ്ട, പിന്നെന്ത് വേണം? നത്വഹം കാമയേ രാജ്യം ന സ്വർഗം. എന്നാ നല്ലൊരു പുനർജന്മം കിട്ടിയാൽ മതിയോ? ന പുനർഭവം. എനിക്ക് പുനർജന്മവും വേണ്ട. ഭാഗവതം പഠിപ്പിക്കുക.
എനിക്ക് രാജ്യം വേണ്ട, സ്വർഗം വേണ്ട, പുനർജന്മം വേണ്ട, പിന്നെ എന്ത് വേണം? കാമയേ ദുഃഖതപ്താനാം പ്രാണിനാം ആർത്തിനാശനം. ഭാഗവതത്തിന്റെ ഏറ്റവും മഹനീയമായ സന്ദേശമാണ്. എനിക്കൊറ്റ വരം മതി ഭഗവാനെ, ദുഃഖം പൂണ്ടിരിക്കുന്ന, ആർത്തി പൂണ്ട, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന പ്രാണികളെ സഹായിക്കാൻ. മനുഷ്യനെ മാത്രമല്ല, കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന ആ പ്രാണികളെ സേവിക്കാനുള്ളൊരു വരം മാത്രം തന്നാൽ മതി. എന്താണ് അതിൻ്റെ മെത്തഡോളജി? ഞാൻ അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങിയ ഇന്നിവിടെ ഗാനമേളയെ നടക്കൂല, ഒരു കുന്തം നടക്കും. അതുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ആ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം നത്വഹം കാമയേ രാജ്യം ന സ്വർഗം ന പുനർഭവം കാമയേ ദുഃഖതപ്താനാം പ്രാണിനാം ആർത്തിനാശനം. വേദനിക്കുന്നവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയ ഒരു മോക്ഷവും ഒരു സ്വർഗവും ഒരു രാജ്യവും ഒരു പുനർഭവവുമില്ല എന്ന് പഠിപ്പിച്ച താത്വിക ഗ്രന്ഥത്തിന്റെ മഹനീയമായ പേരാണ് ഭാഗവതം. എൻ്റെ നാട്ടിലുണ്ട് ഗാന്ധി ഭവൻ. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അവിടെ പോകും, അവരെ സഹായിക്കാൻ പോകും, സമാശ്വാസങ്ങൾ പറയും. ഓടി നടന്നിങ്ങനെ ലോകരാജ്യങ്ങളിലും ഇതുപോലുള്ള വേദികളിലും പല പല സാംസ്കാരിക വേദികളിലും വനിതാ കമ്മീഷന്റെ കൗൺസിലിംഗ് ക്ലാസ്സുകളിലും പോലീസ് ട്രെയിനിങ് കോളേജ്, നമ്മുടെ ആലപ്പുഴ SP ഓഫീസിലൊക്കെ വന്ന് പോലീസ് ട്രെയിനിങ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനെല്ലാം കിട്ടുന്ന ദക്ഷിണകളുണ്ട് എനിക്ക്. എൻ്റെ മക്കൾ 2 പേരും ഡോക്ടർമാരാണ്, ഉന്നതരായ ഡോക്ടർമാരാണ്. എൻട്രൻസ് എഴുതി തന്നെ ജയിച്ചു. മോൻ പഠിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അപ്പം ഇപ്പം തിരുവനന്തപുരം കിംസിലെ ഓർത്തോപീഡീഷ്യനാണ്. മകൾ UK-യിലാണ്. അവൾ വന്നിട്ടുണ്ട്, ഇന്ന് വരുന്ന ദിവസമാണ്. അവളെ കാണാതാണ് ഞാൻ ഭാഗവതം പറയാൻ വന്നിരിക്കുന്നത്. വഴിയിൽ വെച്ച് വിളിച്ചു, എനിക്കൊന്ന് കണ്ടിട്ട് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് നേരെ വന്ന് കണ്ടോളാം, ഇപ്പം നീ വീട്ടിൽ പോയിരിക്കുന്നു. കാണാൻ പോയില്ല. കാരണം കാണാൻ മകൾക്കേ സന്തോഷം വരൂ. 4-4.5 മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്ത് ഓടി വന്ന് നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ, ഈ വീഡിയോയിലൂടെ ആയിരങ്ങൾ കാണുമ്പോൾ, തലമുറകൾ കാണുമ്പോൾ ഒരു സമൂഹത്തിന് സന്തോഷം കൊടുക്കാൻ കഴിയുമെങ്കിൽ മകൾക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷത്തെക്കാൾ 10,000 മടങ്ങ് അപ്പുറത്താണത്. അങ്ങനെ കിട്ടുന്ന ദക്ഷിണകൾ കിട്ടും. ഇങ്ങനെല്ലാം പോകുന്നിടത്ത് എനിക്ക്, ഞാൻ ഒരിടത്തും ഫീസ് ഒന്നും പറയാറില്ല, തരും, എല്ലാവരും തരും. സ്വാമി ചിന്മയാനന്ദജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കണക്ക് പറഞ്ഞു വാങ്ങിക്കരുത്. കാരണം അറിവ് ദാനം ചെയ്യുമ്പോൾ അവർ തരുന്നത് ദക്ഷിണയാണ്. ദക്ഷിണ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. മഹാലക്ഷ്മിയുടെ മറ്റൊരു ഭാഗമാണ് ദക്ഷിണ. അത് ദക്ഷിണ ഭാഗം തിരുത്തിയ കഥയൊക്കെ പറഞ്ഞാൽ നീണ്ടു പോകത്തില്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉണ്ടോ? ദക്ഷിണ മേടിച്ചോണം, അത് എത്രാന്ന് വെച്ചാൽ മിണ്ടാതെ പോയിക്കോണം. അങ്ങനെ കിട്ടുന്ന ദക്ഷിണകളും നല്ല പെൻഷനുണ്ട്. അപ്പൊ ജീവിക്കാൻ കുറച്ച് പൈസ മതി എൻ്റെ കുടുംബത്തിലല്ല. ബാക്കി വരുന്ന പൈസയും കൊണ്ട് ഞാൻ പോകും. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ പോകും. എവിടെ? എല്ലാ മാസവും 1 മുതൽ 10 വരെ തീയതിക്കുള്ളിൽ ഒരു സ്ഥലത്ത് പോകും, ഒരു സ്വിസ് ബാങ്കില്. നിർത്തണോ? ഓക്കെ, നിർത്താം. സ്വിസ് ബാങ്ക് ഉണ്ട് എനിക്ക്. അവിടെ നിക്ഷേപിക്കുന്നവരുടെ പേര് ആരും അറിയത്തില്ല. എൻ്റെ സ്വിസ് ബാങ്കിന്റെ പേര് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ എന്നാണ്. അവിടെ ആർക്കൊക്കെയാണ് അത്യാവശ്യമെന്ന് അവിടുത്തെ സ്റ്റാഫുകൾ ലിസ്റ്റ് ഇട്ടിരിക്കും. ഹോട്ടലിലോ എവിടെങ്കിലും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്, അവിടെ തേടിച്ചെല്ലും. പൈസയും കൊണ്ട് ചെല്ലുമ്പം പരിചയമുള്ളവരുണ്ടെങ്കിൽ മാറിക്കളയും. പരിചയമില്ലാത്തവരില്ല ഉള്ള സമയം നോക്കിയാലേ രോഗി തനിയെ കിടക്കുന്ന സമയത്ത് അടുത്തുനിന്ന് പറയും, 75,000 രൂപയല്ലേ വേണ്ടത്, ഇത് അടയ്ക്കാൻ വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി അല്ലേ, സർജറിക്ക് വേണ്ടി അത്രയും പൈസയല്ലേ അടയ്ക്കേണ്ടത്? അതെ, തലയിണിക്കീഴി ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പം അവർ ചോദിക്കും, അങ്ങാരാണ്? അതറിയണ്ട. അതാണ് എൻ്റെ സ്വിസ് ബാങ്ക്. സോ പ്രാണിനാമാർത്തിനാശനം, വേദനിക്കുന്നവരെ സഹായിക്കാനുള്ള വരബലം മതി. നരസിംഹമൂർത്തി അനുഗ്രഹിച്ചു പ്രഹ്ലാദന്, നിനക്കും നിന്റെ തലമുറയ്ക്കും അതിന് അപ്രകാരം ഭവിക്കട്ടെ. ആസുരനായിട്ട് പോലും പറഞ്ഞത് പ്രാണിനാമാർത്തിനാശനം, ജനസേവനത്തിലുള്ള വരദാനം കൊടുത്തപ്പോൾ തലമുറയ്ക്കും ഭവിക്കട്ടെ. പ്രഹ്ലാദന്റെ മകനും അതുപോലെ ക്ഷേമതൽപരനായിരുന്നു. വിരോചനൻ എന്നായിരുന്നു പേര്. വിരോചനന്റെ മകനുണ്ട്. അറിയോ ആളിനെ? ചിലർക്കെല്ലാം അറിയാം അല്ലേ? എന്നാ ഒരു ക്ലൂ തരാം. പ്രഹ്ലാദന്റെ കൊച്ചുമകനെ പറ്റി ഒരു ക്ലൂ തരാം.
മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. പ്രഹ്ലാദന്റെ കൊച്ചുമകനാ. കാരണം എന്താ? മനുഷ്യ സേവനത്തിന്റെ വരം ചോദിച്ചപ്പോൾ തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞു. അത് നല്ല കാര്യമായാലും മോശമായ കാര്യമായാലും തലമുറയെ ബാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം സത്രത്തിന് വിളിച്ചിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, നാരായണസ്വാമി വിളിച്ചിരുന്നു. അന്നേരം ഞാൻ UK-യിലും ജർമ്മനിയിലും പോയിരിക്കായിരുന്നു. ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് 3 ദിവസമായിരുന്നു. ഇത്തവണ വരാൻ കഴിഞ്ഞു, നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞു, വളരെ സന്തോഷമായി. തിരിച്ചു പോകുമ്പോൾ അമ്പലപ്പുഴ വരി വേണം പോകാൻ. കാരണം എന്താ? അമ്പലപ്പുഴയുണ്ടൊരു കക്ഷി, അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ കക്ഷിയെ കണ്ടിട്ട് വേണ്ടേ പോകാൻ? തീർച്ചയായിട്ടും. അതുകൊണ്ട് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം നിറഞ്ഞ ഈ മുഖങ്ങൾ കണ്ടതിൽ, നിർനിമേഷമായി കേട്ടിരുന്ന ആ വന്നിരുന്നതിൽ ഒരാൾ ഇരുന്നിടത്തൊന്നും ചലിച്ചിട്ടില്ല. എല്ലാം മറന്നു കേട്ടിരുന്ന ഈ സദസ്സാണ് എൻ്റെ അടിയൻ്റെ ശക്തി. അതിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, ഇങ്ങനെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്, അടിയൻ്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ സനാതനധർമ്മം നീണാൾ വാഴട്ടെ.